29-ാം തീയതി രാത്രി വരെ ഞാൻ പഠിച്ചു. കിടക്കാൻ കുറച്ച് വൈകിക്കൊണ്ട് മാത്രം സൗണ്ട് കേട്ട് എണീറ്റതാ. അതുകൊണ്ട് മാത്രല്ല, അമ്മയുടെ കൈ മാത്രമായിരുന്നു മണ്ണിന് മേലുണ്ടായിരുന്നത്. അത് കിട്ടിയോണ്ട് അറിയില്ല, അമ്മേന്റെ കൈ കിട്ടി, പിന്നെ ആ കൈ ഞാൻ വിട്ടിട്ടില്ല. എനിക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ളത് അതിനാണ് എനിക്ക് എ കിട്ടിയത് 450. ഞാൻ റീഡിങ്ങിന് എനിക്ക് 450, റൈറ്റിങ്ങിന് എനിക്ക് 400, ലിസണിങ്ങിന് എനിക്ക് 410, സ്പീക്കിങ്ങിന് 440. അപ്പം എനിക്ക് ആ 4 വീക്സ് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് തോന്നിട്ട് എനിക്കിപ്പം ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ഞാൻ ഭയങ്കര റിഗ്രറ്റ് ചെയ്തു, എന്തുകൊണ്ട് ഞാൻ ഇത്രയും മുമ്പ് ഇവിടെ ജോയിൻ ചെയ്തില്ല. എന്നോട് എല്ലാവരും പറഞ്ഞു നീ പഠിക്കുവാണെങ്കിൽ നീതൂസിൽ ചേർന്നാൽ മതി. അപ്പൊ എന്റെ ഫസ്റ്റ് ജേർണി നീതൂസിലാ തുടങ്ങിയതും ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു മാം ഇത്. അത് നീതൂസിന്റെ സ്പെഷ്യാലിറ്റി ആണ്. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് നീതൂസിൽ വന്നതിന് ശേഷമാണ്. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കുമായിരുന്നു. ഇറ്റ് വാസ് റിയലി വെരി ടച്ചിങ്. അത് ചില സമയത്ത് ഞാൻ കേൾക്കുന്ന സമയത്ത് ഞാൻ അത്ര ലോലി ഹിറ്റ് ചെയ്ത സമയത്തായിരിക്കും ഞാൻ കേൾക്കുന്നത്. ശരിക്കും ഈ അക്കാഡമി ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു അക്കാഡമി തന്നെയാണ് കേട്ടോ. വേറെ ഒന്നും പറയാനില്ല. ഇതിൻ്റെതായ ഒരു സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇതിന് നിങ്ങളൊരു ടീം വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നീതൂസ് എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞ് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവര് നിങ്ങളെ മോൾഡ് ചെയ്ത് എടുക്കും. ഞാനും ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. സ്പീക്കിങ്ങിന് 450 ഉണ്ട് മാം. അതും ഫ്രഷർ ആണെന്ന് ആലോചിക്കണം അല്ലെ. ഫസ്റ്റ് അറ്റംപ്റ്റ്, ഒന്നും പറയാനില്ല കുഞ്ഞെ. ഹാറ്റ്സ് ഓഫ്. ഓക്കെ, ഒന്നും അറിയാതാണ് ഞാൻ ഇവിടെ വന്നത്. നീതൂസ് ദൈവമാണ് എന്നെ ഇവിടെ എത്തിച്ചത് തന്നെ. സോ വീണ്ടും ഒരു എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റുമായിട്ട് അല്ലെ, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കുറെ ആളുകളുമായിട്ട് നമ്മൾ വീണ്ടും വിന്നേഴ്സ് മീറ്റിൽ വന്നേക്കുവാണ്. യെസ്, എല്ലാരും എക്സൈറ്റഡ് ആണോ? യെസ്, എല്ലാരും എക്സൈറ്റഡ് ആണ് അല്ലെ. അതെ, ഒരുപാട് 400+ സ്കോറുകളുമായിട്ട് അടുത്ത ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് നീതൂസിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ് ടു റീച്ച് യുവർ ഡ്രീം കൺട്രി. ഒത്തിരി സന്തോഷം. ഒരു എന്താ പറയണ്ട, ഇന്നലത്തെ ആ ഒരു റിസൾട്ടിന്റെ ആ ഒരു ഇമ്പാക്ട് ഇന്നും പോയിട്ടില്ല. അത്രമാത്രം എക്സൈറ്റഡ് ആണ്. നിങ്ങളും അങ്ങനെ തന്നെയാണ്, ഇവിടെ ഞങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോ നമ്മുടെ ലൈഫിൽ നമ്മൾ അല്ലെ സക്സസിലോട്ട് എത്തിയത് എങ്ങനെയാണ് എന്നത് വലിയൊരു സ്റ്റോറിയാണ്. ഉറപ്പായിട്ടും ഇത്ര എളുപ്പം ഉണ്ടായിരുന്ന ഒരു സ്റ്റോറി ആയിരിക്കില്ല അല്ലെ. വളരെ ഡ്രീം സ്കോറുകളോട് കൂടെയാണ് ഇന്ന് ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ജേർണി എങ്ങനെയായിരുന്നു അല്ലെ. ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യാൻ റെഡി ആയിട്ട് നിങ്ങൾ ഇന്ന് റെഡി ആയിട്ട് വന്നേക്കുവാണ്. ഒത്തിരി സന്തോഷം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? യെസ്, വി വിൽ സ്റ്റാർട്ട് വിത്ത് സ്വപ്ന. സ്വപ്നനെ ഞാൻ ആദ്യം വിളിച്ചതിന് ഒരു കാരണമുണ്ട്. 4 മൊഡ്യൂളിനും 400 മേടിച്ചുകൊണ്ട് വന്ന കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഉറപ്പായിട്ടും സ്പെഷ്യൽ ആയിരിക്കുമല്ലോ അല്ലെ. ഉറപ്പായിട്ടും സ്പെഷ്യൽ ആണ്. യെസ്, അപ്പൊ എനിക്ക് തോന്നുന്നു ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം സ്വപ്നയോട് തന്നെ ചോദിക്കാം. സ്വപ്ന, എന്ത് തോന്നുന്നു? എന്താണ് സ്വപ്നയുടെ ഒരു ഫീല്? ഒരുപാട് സന്തോഷം മാം. ഒരുപാട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല മാം എന്നെ വിളിച്ചപ്പോഴത്തേക്കും. സെയിം മോക്ക് എക്സാം എങ്ങനെയാണോ മാം പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ 3 hours കണ്ടിന്യൂസ് ഇരുന്ന് ലിസണിങ്, സ്റ്റാർട്ട് ചെയ്യുക, റൈറ്റിംഗ്, സ്പീക്കിംഗ് ഞാൻ സ്വന്തമായിട്ട് മിറർ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ 17th വരെ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ഞാൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ എക്സാം എഴുതിയത്. പക്ഷെ ഇത്രയൊരു സ്കോർ ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ളത് അതിനാണ് എനിക്ക് എ കിട്ടിയത് 450. ഞാൻ റീഡിങ്ങിന് എനിക്ക് 450, റൈറ്റിങ്ങിന് എനിക്ക് 400, ലിസണിങ്ങിന് എനിക്ക് 410, സ്പീക്കിങ്ങിന് 440. എന്തായാലും അതൊരു ഡ്രീം സ്കോറാ, അതൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. 400 സ്കോറുകൾ 4 മൊഡ്യൂളിനും മേടിച്ച് അല്ലെ. യെസ്, ഒത്തിരി സന്തോഷം. ഒരു വിന്നർ ആയിട്ട് വന്നിരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സ്വപ്ന. താങ്ക്സ് എനിക്ക് പറയാനുള്ളത് എന്റെ ട്യൂട്ടേഴ്സ്, സ്പെഷ്യലി ആദ്യം മുതൽ പറയുകയാണെങ്കിൽ വിനോദ് സാർ, വന്ദന മാം, പിന്നെ ലിസണിങ്ങിന്റെ ടീച്ചേഴ്സ്, പിന്നെ സ്പീക്കിങ്ങിനാണെങ്കിലും ടീന മാം, മോനിഷ മാം, ഇവരൊക്കെ ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട് മാം. സോ ഓക്കെ, ഈ ഒരു ജേർണിയിൽ സ്വപ്ന പറഞ്ഞു അല്ലെ, ഇത്രയും വലിയൊരു സ്കോറിൽ എത്തി നിൽക്കുമ്പോ അല്ലെ, ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ എനിക്ക് പറ്റുന്നില്ല അല്ലെ, ഇത് എന്താണ് സ്കോർ തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയാണ് അത് ഓവർകം ചെയ്തെന്ന് വെച്ചാല് ഉറപ്പായിട്ടും സണ്ണി സാറിന്റെ ക്ലാസ് തന്നെയായിരുന്നു. സണ്ണി സാറ് പറഞ്ഞത് പിന്നെ മാം പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഇത് നിർത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോ നിങ്ങൾ ആദ്യം ഓർത്തിച്ചാൽ എന്തിനാ ഇത് തുടങ്ങി എന്നുള്ളത്. ആ ഒരു വിചാരം എന്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ 100 എനർജി എനിക്ക്. ശരിക്കും ഭയങ്കരമായിട്ട് എനിക്കത് പാസ്സായേ പറ്റൂ എന്നുള്ളൊരിതായിരുന്നു അത്. പ്രത്യേകിച്ച് നീതൂസിൽ ചേർന്നപ്പോഴത്തേക്ക് ഞാൻ അത്രയും കംഫർട്ട് ആയിരുന്നു മാം. പിന്നെ എക്സാം എഴുതാൻ പോയിട്ട് ഇത് എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കൂളായിട്ട് പോയിട്ട് എക്സാം എഴുതുന്നത്. സാധാരണ ഞാൻ എക്സാമിന് പോകുമ്പോഴത്തേക്ക് ഞാൻ ഒരു സാധനം കഴിക്കാറില്ല, ടെൻഷൻ കാരണം വെള്ളം പോലും കുടിക്കാറില്ല. പക്ഷെ ഇത് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഹോളിഡേ ട്രിപ്പിന് പോകുന്ന ഒരു ഫീൽ ആയിരുന്നു എക്സാമിന് പോകുന്നത് തന്നെ. അത്ര ഞാൻ കൂളായിട്ടാ പോയി എഴുതിയത്. പിന്നെ റൈറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു 15 minutes എനിക്ക് ബാക്കി ഉണ്ടായിരുന്നു മാം. ഞാൻ എന്നിട്ട് ചുറ്റും നോക്കുവാ, എന്റെ കൂടെ ഇരുന്നവരൊക്കെ എഴുതുമ്പോഴത്തേക്കും ഞാൻ നോക്കുവാ, അയ്യോ ഞാൻ എഴുതി തെറ്റിപ്പോയിട്ടുണ്ടോ എന്ന് വീണ്ടും വായിച്ചു നോക്കിയിട്ട് എനിക്ക് അങ്ങനെ മിസ്റ്റേക്ക് തോന്നുന്നില്ല. അതുപോലെ റീഡിങ്ങിനാണെങ്കിൽ പോലും എനിക്കൊരു 5-7 minute എനിക്ക്
എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എല്ലാം മാമിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ക്രൂസിന്റെ ഹെൽപ്പ് കൊണ്ട് മാത്രമാണെന്ന് എനിക്കറിയാം. അത്രയും ടഫ് തീർച്ചയായിട്ടും. ആയിട്ടുള്ള മെറ്റീരിയൽ ഒരുപാട് പ്രാക്ടീസ് സന്തോഷം. ചെയ്തിട്ട് എക്സാമിന് വന്നപ്പോഴത്തേക്ക് അത്രയും എനിക്ക് ഈസി ആയി പോയായിരുന്നു. ഒരുപാട് സന്തോഷം സ്വപ്ന, ഒരുപാട് സന്തോഷം. എല്ലാരും സ്വപ്നം പറയുന്നത് ഇങ്ങനെ അല്ലെ ക്യൂരിയസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുക. ശരിക്കും ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. അപ്പോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഫുൾഫിൽ ചെയ്യപ്പെടാനുണ്ട്. അതെല്ലാം ഫുൾഫിൽ ചെയ്യപ്പെടട്ടെ. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ ബാക്കിയുള്ള ജേർണിയിലും തീർച്ചയായിട്ടും നീതൂസ് ഒപ്പം ഉണ്ടാവും. ഇവിടുന്ന് ആരും എങ്ങോട്ടും പോണില്ല. എന്നും എപ്പോഴും നല്ല കുറെ ഓർമ്മകൾ എന്തായാലും ഉണ്ടല്ലേ നീ ഒരു ഫാമിലിയിൽ നിന്ന്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. ഗോഡ് ബ്ലെസ് യു ഡിയർ. അടുത്തായിട്ട് ഞാൻ വിളിക്കാൻ പോണ എനിക്ക് തോന്നുന്നു നമുക്ക് ജിഷ്ണുവിനെ വിളിക്കാം. ജിഷ്ണുവിന്റെ ഈ ഒരു സക്സസിന് ഒരുപാട് മധുരമുണ്ട്. അതിന്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചൂരൽമലയിൽ നിന്നുള്ള ഒരു കുട്ടിയാണ്. നമ്മുടെ വയനാട് ചൂരൽമലയിൽ നിന്നാണ് ജിഷ്ണു എക്സാം എഴുതിയിരിക്കുന്നത്. യെസ് ജിഷ്ണു, ഒരുപാട് സന്തോഷം. യെസ്, ജിഷ്ണുവിന്റെ ഈ സക്സസ് സ്റ്റോറിക്ക് എല്ലാത്തിനേക്കാളും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഫുൾ ബി കിട്ടി എന്നുള്ളത് കേട്ടപ്പോ കണ്ടപ്പോ ഒരുപാട് സന്തോഷം. നീതു ഫാമിലിയോടും നീതു ഫാമിലിന്റെ ഫാമിലിയോടും ആ നീതു അക്കാദമി എന്നുള്ളത് പഠിച്ചു എന്നുള്ളതിനോട് ഒരുപാട് അഭിമാനമുണ്ട്. അവിടെ പഠിച്ചു ഫുൾ ബി എന്ന് കണ്ടപ്പോ തന്നെ എന്റെ അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ റീചെക്ക് ചെയ്ത് നോക്കാൻ ഒരു റൈറ്റിംഗ് ചെയ്ത ലെറ്റർ പോലും എന്റെ കയ്യിലില്ല. അതായത് ഒരു ദിവസം 29-ാം തീയതി രാത്രി വരെ ഞാൻ പഠിച്ചു. കിടക്കാൻ കുറച്ച് വൈകിയോണ്ട് മാത്രം സൗണ്ട് കേട്ട് എണീറ്റതാ. അതുകൊണ്ട് മാത്രം എന്റെ അമ്മയുടെ കൈ മാത്രമായിരുന്നു മണ്ണിന് മേലുണ്ടായിരുന്നത്. അത് കിട്ടിയോണ്ട് അറിയില്ല, അമ്മേന്റെ കൈ കിട്ടി. പിന്നെ ആ കൈ ഞാൻ വിട്ടിട്ടില്ല. പിന്നെ എല്ലാരും വീടിനകത്ത് സ്റ്റെയറുള്ളതുകൊണ്ട് മേലോട്ട് കയറിയായിരുന്നു. ആ ഒരു സമയം കൊണ്ട് പിന്നെ അവിടുന്ന് രക്ഷപ്പെടാം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ഉണ്ടായിരുന്നു. കയ്യിൽ കിട്ടിയ എന്റെ മൊബൈൽ മാത്രം, എന്റെ ഫാമിലിയിൽ എന്റെ മൊബൈൽ മാത്രമായിട്ട്. ഫാമിലി എല്ലാവരും അച്ഛൻ, അമ്മ, അനിയത്തിയായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. എല്ലാരും സേഫാണ്. ദൈവസഹായം കൊണ്ട് എല്ലാരും രക്ഷപ്പെട്ടു വന്നു. എക്സാമിന് പോകുമ്പോൾ ഞാൻ പാസ്പോർട്ടും പെൻസിലും എല്ലാം വേറെ തന്നെ ഒരു കവറിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കവർ വെച്ച് ബാക്കിയെല്ലാം എന്റെ സർട്ടിഫിക്കറ്റ് ആ കവർ മിസ്സായി. ബാക്കിയെല്ലാം ബോർഡിൽ തരുന്ന ആൾക്കാർ ഒരു 3 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കിട്ടിയിട്ട് എന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം കിട്ടി. ഒരു ഫയലായിരുന്നു, സിഡ് ലോക്ക് ഉള്ള ഒരു ഫയലായിരുന്നു. അപ്പൊ അതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു. പാസ്പോർട്ട് പോയിരുന്നു, മിസ്സായി. അത് പിന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. എക്സാമിന് പോകാൻ വേണ്ടി അനീസ് സാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അനീസ് സാറാണ് എന്താ ചെയ്തു തരേണ്ടത്, എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു തന്ന സാറാണ്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും ഒരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ഫാമിലിയിലായാലും ഫ്രണ്ട്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഓരോരുത്തരും എടുത്തു പറയേണ്ടതില്ല. എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ അവസാന ഘട്ടത്തിൽ ക്യാമ്പിലായി, ഫസ്റ്റത്തെ 2 ദിവസം ക്യാമ്പിലായിരുന്നു. പിന്നെ കൂട്ടുകാരെ വീട്ടിൽ വന്നു. നെറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂട്ടുകാരുടെ വീട്ടിൽ വന്നു. അവിടെ നിന്നാണ് പഠിച്ചതൊക്കെ. അങ്ങനെ ഇനിയിപ്പോ മാം എപ്പോഴും പറയും, നിങ്ങൾക്ക് മോട്ടിവേഷന്റെ ആവശ്യമില്ല, നിങ്ങളുടെ ഫാമിലിയിലോട്ട് നോക്കിയാൽ മതി. ആ ഒരു ഇനി അവരെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ദൈവം സഹായിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സ്കോർ എത്തിപ്പെടാൻ പറ്റും. തീർച്ചയായിട്ടും യെസ്. ഒരുപാട് നന്ദിയുണ്ട് മാം, എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഒത്തിരി സന്തോഷം ജിഷ്ണു. അപ്പോ ജിഷ്ണു പറഞ്ഞു അല്ലെ എങ്ങനെ എക്സാമിന് പോയി, എക്സാമിന്റെ സർട്ടിഫിക്കറ്റുകൾ എങ്ങനെ കിട്ടി അല്ലെ, എല്ലാ കാര്യവും ജിഷ്ണു തന്നെ പറഞ്ഞു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും ഇനി പറയാനില്ല. സോ ഞാൻ ജിഷ്ണുവിനെ വിളിച്ചത് അത്ര മാത്രം ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ കൂടെ കടന്നു പോയപ്പോഴും എന്താ പറയണ്ട, ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ജിഷ്ണുവിന്റെ മൈൻഡിലുണ്ടായിരുന്നു. ഭയങ്കര സ്ട്രോങ് ഡിറ്റർമിനേഷനോട് കൂടെയാണ് ജിഷ്ണു ആ എക്സാമിനെ കണ്ടത്. ആ എക്സാം ജിഷ്ണു ഫുൾ ബിയോട് കൂടെ പാസ്സായി. ആ ഒരു ജേർണിയിൽ നീതൂസ് അക്കാഡമിക്ക് അല്ലെങ്കിൽ നീതൂസിന് ഒരു ജിഷ്ണുവിന്റെ കൂടെ ഉണ്ടാവാൻ സാധിച്ചു എന്നത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നു. അപ്പം ദൈവം ഒരുപാട് സഹായിക്കട്ടെ. ഇനിയുള്ള ജേർണിയിലും എല്ലാ കാര്യത്തിനും നീതൂസ് ഒപ്പം ഉണ്ടാവും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡെഫിനറ്റ്ലി ജിഷ്ണുവിനെ വിളിക്കാം. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോസസ്സിംഗും കാര്യങ്ങളും എല്ലാം എത്രയും പെട്ടെന്ന് റെഡിയായി ആ ഒരു ഫാമിലിനെ വീണ്ടും ഒന്ന് റീബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ ദൈവം സഹായിക്കട്ടെ. ഓക്കെ ജിഷ്ണു, ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. സോ വി വിൽ മൂവ് ഓൺ വിത്ത് അനുപമ. യെസ് അനുപമ പറഞ്ഞേ. മാം, ഞാൻ ക്രാഷ് കോഴ്സ് ആണ് ഇവിടെ അറ്റൻഡ് ചെയ്തത്. ഓൾറെഡി ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച് കിട്ടാണ്ടായി ഞാൻ പിന്നെ ക്രാഷ് കോഴ്സിന് വേണ്ടി അറ്റൻഡ് ചെയ്തതാണ്. അപ്പം എനിക്ക് ആ 4 വീക്സ് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ട് എനിക്കിപ്പം ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. കാരണം റിസൾട്ട് വന്നപ്പോൾ അത്ര ഹാപ്പിയാണ്. കാരണം എനിക്ക് ഇത്രയും വർഷത്തെ ഡ്രീമാണ് അച്ചീവ് ആയത്. എല്ലാവരോടും നന്ദിയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നീതൂസിലെ നീതു മാമിന്റെ അടുത്ത്, പിന്നെ അവിടുത്തെ എല്ലാ ട്യൂട്ടേഴ്സിന്റെ അടുത്തും, വന്ദന മാമിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് റീഡിങ്ങിന്. അതുപോലെ റൈറ്റിംഗ് ആണ് ചാന്ദിനി മാം, കോർഡിനേറ്റർ ആയ അശ്വതി മാം, സ്പീക്കിങ്ങിന്റെ അശ്വതി മാം. അറ്റ് മൊമെന്റ് എനിക്ക് എല്ലാവരുടെ ഒരുപാട് നന്ദിയുണ്ട്. സെയിം ടൈം എനിക്ക് എന്റെ ഫാമിലിന്റെ അടുത്തും അവരെന്നെ എത്രയും കാലം സപ്പോർട്ട് ചെയ്തു. ഈ ക്രാഷ് കോഴ്സിൽ ഞാൻ 4 വീക്സ് വന്നപ്പോ തന്നെ ഞാൻ ഭയങ്കര റിഗ്രറ്റ് ചെയ്തു. എന്തുകൊണ്ട് ഞാൻ ഇത്രയും മുമ്പ് ഇവിടെ ജോയിൻ ചെയ്തില്ല. പക്ഷെ ഒരുപാട് വൈകിപ്പോയായിരുന്നു. എക്സാം ഡേറ്റ് എടുത്തിട്ടാ വന്നേ. പക്ഷെ എനിക്ക് സ്പീക്കിങ്ങിന് 400 ഉണ്ട്. റിസൾട്ട് വന്നപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. സോ നന്ദിയുണ്ട് മാം, ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ആ ഒരു 4 വീക്സ് ആണെങ്കിലും നീതു അക്കാഡമിയിൽ നിന്ന് എനിക്ക് കിട്ടിയ സപ്പോർട്ട് ഭയങ്കര വലുതായിരുന്നു. ഹാർഡ് വർക്കിനനുസരിച്ചിട്ട് അതുപോലെ എനിക്ക് സപ്പോർട്ടും കിട്ടി. സോ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. നന്ദിയുണ്ട് മാം, ഒരുപാട് എല്ലാവരുടെ താങ്ക്സ് മാം. ഒത്തിരി സന്തോഷം അനുപമ. ഒരു 4 ആഴ്ചത്തെ ജേർണിക്ക് വേണ്ടി നീതൂസ് ഫാമിലിക്ക് ഒപ്പം കയറിയ ഒരാളാണ് ഇന്ന് സ്പീക്കിങ്ങിന് 400 സ്കോറോട് കൂടി ഫുൾ ബിയോട് കൂടെ പാസ്സായേക്കുവാ അല്ലെ. ഒരുപാട് സന്തോഷം
അനുപമ. ഒത്തിരി സന്തോഷം. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. തീർച്ചയായിട്ടും. യെസ് മാം. അതുപോലെ എനിക്ക് പറയാനുള്ളത് എക്സാമിന് തലേദിവസമാണെങ്കിലും എന്നെ ഫസ്റ്റ് ടൈമാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ വിളിച്ച് നിങ്ങൾ നന്നായിട്ട് എഴുതും, നീ ഭയങ്കര കോൺഫിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ എവിടെയും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അത് ഭയങ്കര സപ്പോർട്ടാണ്. എക്സാം റിസൾട്ട് വന്ന ദിവസം പോലും എനിക്ക് മെസ്സേജ് അയച്ചു അശ്വതി മാം, ഭയങ്കര നന്ദിയുണ്ട് എല്ലാവരുടെ അത്രയും സപ്പോർട്ട് തന്നതിന്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ ഒരു സെക്കൻഡ് ഹോം അല്ലെങ്കിൽ നീതൂസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫാമിലിയാണ്. നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും അല്ലെ. അപ്പൊ എക്സാമിന് പോകുന്നതിന് മുമ്പും തീർച്ചയായിട്ടും എല്ലാവരോടും നമ്മൾ അങ്ങനെ തന്നെയാണ്. അതൊരു സ്പെഷ്യൽ ആയിട്ട് ഞാൻ കാണുന്നില്ല. പകരം അതൊരു എന്താ പറയണ്ടേ, ചേർത്ത് നിർത്തേണ്ട ആളുകളാണ് അല്ലെ. ഈ കുടുംബത്തിലോട്ട് കയറി വരുന്ന ഓരോരുത്തരും വളരെ സ്പെഷ്യലാണ് അല്ലെ. ഒരുപാട് സന്തോഷം അനുപമ. ഗോഡ് ബ്ലെസ് യു. സോ വി വിൽ മൂവ് ഓൺ വിത്ത് സജിത. സജിത പറഞ്ഞേ, എന്താ തോന്നണോ? യെസ്, ഒത്തിരി സന്തോഷമുണ്ട് മാം. ഓക്കെ. ഇതെന്റെ തേർഡ് അറ്റംപ്റ്റ് ആയിരുന്നു. പിന്നെ എന്താ പറയണ്ടെന്ന് അറിയില്ല. റിസൾട്ട് കണ്ടപ്പോ ഒത്തിരി എക്സൈറ്റഡ് ആയി. ഒരുപാട് സന്തോഷം. റൈറ്റിംഗ് 400. റൈറ്റിങ്ങിന് 400 മേടിച്ച ഒരാളാണ് അല്ലെ. അതെ. അപ്പൊ അതിപ്പോ സജിതയുടെ അടുത്ത് നിന്ന് അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെയാ ഒരു 400 എന്ന് പറയുന്ന ഒരു സ്കോറിലോട്ട് റൈറ്റിങ്ങിന് എത്തിയത്? ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? ആദ്യമൊക്കെ എനിക്ക് നല്ല ടഫ് ആയിരുന്നു മാം. പിന്നെ ഈ റൈറ്റിങ്ങിനുള്ള മാഡംസിന്റെ ഒക്കെ ഓരോ ദിവസത്തെയും കറക്ഷൻ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തു. ലാസ്റ്റ് എത്തിയപ്പോ എനിക്ക് ഒരുപാട് ഈസി ആയിട്ട് തോന്നി. എല്ലാവരൊക്കെ വന്നപ്പോഴത്തേക്കും ഒത്തിരി ഹെൽപ്പ്. പിന്നെ വിന്നി മാം, പിന്നെ ആതിര മാം ആയിരുന്നു, പിന്നെ വിന്നി മാം ആയിരുന്നു. നല്ല ഹെൽപ്പ് ആയിരുന്നു. നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു അവരെല്ലാവരും. പിന്നെ സ്പീക്കിംഗ് ആണെങ്കിലും ആദ്യം നീനു മാഡം ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത മാഡംസ് അവരെല്ലാവരും നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. സ്പീക്കിംഗ് എനിക്ക് ആദ്യം ഭയങ്കര ടഫ് ആയിരുന്നു അതിന്റെ ക്രൈറ്റീരിയ ഒക്കെ വരാനായിട്ട്. പക്ഷെ അതൊക്കെ എനിക്ക് ലാസ്റ്റ് ആയപ്പം ചെയ്യാൻ പറ്റി നന്നായിട്ട്. അപ്പൊ ഒരുപാട് സന്തോഷം അല്ലെ. യെസ്, കൃത്യമായിട്ട് ക്രൈറ്റീരിയ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് പോസിബിൾ. 400 എന്ന് പറയുന്ന സ്കോർ ഒന്നും ചെറിയ സ്കോർ അല്ല, എസ്പെഷ്യലി റൈറ്റിംഗിന് അല്ലെ. അതെ, ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ ഇരിപ്പുണ്ട് 400 അബോ റൈറ്റിംഗിന് സ്കോർ മേടിച്ചുകൊണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം സജിത. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, സോ വിൽ മൂവ് ഓൺ വിത്ത് നീതു ബേബി. യെസ് നീതു. യെസ് പറഞ്ഞേ. ഭയങ്കര ഹാപ്പിയാ മാം. ബിക്കോസ് ഇത് എന്റെ ഫസ്റ്റ് ടൈം ആണ്. ഇവിടെ എല്ലാരും പോയതും നീതൂസ് അക്കാദമി കൂടാണ്. പിന്നെ ഞാൻ ഇവിടെ കുവൈറ്റിലെ മിനിസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എന്റെ പ്രീവിയസ് സീനിയേഴ്സ് ആണെങ്കിലും എല്ലാരും പോയി. അപ്പൊ ഞാൻ ഇന്നലെ ഇത് സ്കോർ കണ്ടിട്ട് എനിക്ക് കണ്ണ് ഇരുട്ട് കയറുന്ന പോലെ ആയിപ്പോയി. ആദ്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ലാസ്റ്റ് റൈറ്റിംഗ് എഴുതുമ്പോഴും നീതൂസ് അക്കാദമി അതുപോലെ തന്നെ ക്രൈറ്റീരിയാസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് എനിക്ക് എഴുതി തീർക്കാൻ പറ്റി പെട്ടെന്ന് തന്നെ. ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സ് കിടക്കുവാണ് എനിക്ക്. അപ്പൊ ദൈവമേ, ഞാൻ എഴുതി തെറ്റാണോ നീ ശരിയാണോ അങ്ങനെയൊക്കെ ഓർത്തു. അപ്പം ഒരുപാട് പേര് പറഞ്ഞു കിട്ടില്ല, റീഡിങ് പാടാണ്, അങ്ങനെയൊക്കെ പറയുമ്പോഴും ഭയങ്കര വിഷമമായിരുന്നു മാം. പക്ഷെ അവസാനം എന്നോട് എല്ലാരും പറഞ്ഞു നീ പഠിക്കുവാണെങ്കിൽ നീതൂസിൽ ചേർന്നാൽ മതി. അപ്പൊ എന്റെ ഫസ്റ്റ് ജേർണി നീതൂസിലാ തുടങ്ങിയതും ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു മാം. ഇത് ഒത്തിരി താങ്ക്സ് ഉണ്ട് നീതൂസിനോട്, എല്ലാ ട്രെയിനേഴ്സിനോടും, എസ്പെഷ്യലി എന്റെ സ്പീക്കിംഗ് ട്രെയിനേഴ്സ് ടീന മാം, എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട് മാം. വന്ദന മാം റീഡിങ്ങിന്, പിന്നെ എന്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്ത്, പിന്നെ ഇതൊരു വലിയ ഗോഡ്സ് ഗ്രേസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മാം. ഓക്കെ, തീർച്ചയായിട്ടും ഇതൊരു ബ്ലെസ്സിങ്ങിന്റെ തന്നെ ഒരു ഔട്ട്കം ആണ്, ഒരു ഡൗട്ടും ഇല്ല. എനിക്ക് റീഡിങ്ങിന് 350, ലിസണിങ് 360, റൈറ്റിംഗ് 350, സ്പീക്കിംഗ് 360. യെസ്, ഒരുപാട് സന്തോഷം കേട്ടാ. താങ്ക് യു സോ മച്ച്. യെസ്, വി വിൽ മൂവ് ഓൺ വിത്ത് ശ്രുതി. യെസ് ശ്രുതി. ശ്രുതി വിഎസ്. ഹലോ മാം, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മാം ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു മാം. ഞാൻ 4 years ബാക്ക് ആണ് ഒരു വട്ടം അറ്റംപ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇപ്പം ട്രൈ ചെയ്യുന്നു മാം. എനിക്ക് 1 year ബേബി ഉണ്ട്. അപ്പം അതിന്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് എല്ലാവരുടെയും നല്ല സപ്പോർട്ടായിരുന്നു മാം. ഇപ്പൊ വേണമെങ്കിലും ക്ലിയർ ആയിട്ട് ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് തരാൻ എല്ലാ ട്രെയിനേഴ്സും സപ്പോർട്ടീവ് ആയിരുന്നു. മാമിന്റെ ഓറിയന്റേഷൻ ക്ലാസ് കണ്ട ഫസ്റ്റ് ഓറിയന്റേഷൻ ക്ലാസ്സിൽ തന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി ഈ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് കിട്ടുമെന്നുള്ളത്. പിന്നെ സണ്ണി സാർ ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. എല്ലാ ട്രെയിനേഴ്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് മാം. ഇത് ഫാമിലിയോട് ഒരുപാട് നന്ദി പറഞ്ഞാലും പറ്റില്ല. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. ഓക്കെ, സോ ഇപ്പൊ ശ്രുതിയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അല്ലെ മാം? സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. 4 years ബാക്ക് ആയിരുന്നു മാം. ഞാൻ ഒരുപാട് നീതൂസിലെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. 4 years ബാക്കില് OET എഴുതി അല്ലെ. അത് കഴിഞ്ഞ ഒരു 4 വർഷത്തിന് ശേഷം ഇവിടെ വന്ന് പഠിച്ച് ഒരു വിന്നർ ആയിട്ട് നിൽക്കുക. ഒരുപാട് സന്തോഷം. ഒത്തിരി എക്സൈറ്റഡ് ആയിട്ടാണ് അല്ലെ. വാക്കുകൾ പറയാൻ കുറച്ച് ഒരു തടസ്സമുണ്ട് അല്ലെ. നമുക്ക് ഒരുപാട് സന്തോഷം വരുമ്പോ നമുക്ക് സംസാരിക്കാൻ കിട്ടില്ല അല്ലെ. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് സന്തോഷം ശ്രുതി. സംഗീത. യെസ് സംഗീത. സംഗീത യെസ് പറഞ്ഞേ. പറയാൻ പറ്റുന്നില്ല, വളരെ വളരെ എക്സൈറ്റഡ് ആണ്. ഇതെന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. പക്ഷെ എന്റെ ഒരു ഫ്രണ്ട്, അത് ലാസ്റ്റ് ഒക്ടോബറിലാണ് എഴുതിയത്. ഞാൻ യുകെയിലാണ് ട്രൈ ചെയ്തത് ഫസ്റ്റ് OET. എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ആണ് നീതൂസിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. ശരിക്കും മാം എന്റെ അടുത്ത് ഓറിയന്റേഷൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ശരിക്കും നീതൂസ് മിസ് ചെയ്യാണ്. ഡെയിലി അറ്റൻഡൻസ് ചോദിക്കുന്നു, സ്കോർ ചോദിക്കുന്നു, ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്.
പിന്നെ സ്കോർ കണ്ടിട്ട് ഇന്നലെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് 350 അബോവ് ഇത് തന്നെ അല്ലേ? പിന്നെ മിസ്സിന് മെസ്സേജ് അയച്ച് ഇത് തന്നെയല്ലേ, ഉറപ്പ് തന്നെയല്ലേ? എന്റെ ഹസ്ബൻഡും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഹസ്ബൻഡിന് ആഗ്രഹമായിരുന്നു OET പാസ്സാവുക എന്നുള്ളത്. അപ്പം സ്ട്രാറ്റജീസ് ബേസ്ഡ് ഉള്ള ട്രെയിനിങ് എല്ലാ ട്രെയിനേഴ്സിനും എടുത്ത ഓരോരുത്തരുടെ പേര് എനിക്ക് പറയാനില്ല. എല്ലാരോടും വളരെ വളരെ നന്ദിയുണ്ട്. സ്പീക്കിംഗ് ആണേലും ആ സ്ട്രാറ്റജി ബേസിൽ പോയതുകൊണ്ടാണ് സ്കോർ ചെയ്യാൻ പറ്റിയത്. റീഡിംഗ് ഹാബിറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുള്ള വിനോദ് സാറിന്റെ ട്രെയിനിങ്, പ്രത്യേകിച്ച് റൈറ്റിംഗ് സ്ട്രാറ്റജി ബേസ്ഡ്, ലിസണിങ് ആയിരുന്നു എനിക്ക് ടഫ്. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അത് നീതൂസിന്റെ സ്പെഷ്യാലിറ്റി ആണ്. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് നീതൂസിൽ വന്നതിന് ശേഷമാണ്. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പറയാൻ എനിക്കറിയില്ല, വാക്കുകളില്ല. UK സ്കോർ തന്നെ കിട്ടി. റൈറ്റിംഗ് 380 ഉണ്ട്, സ്പീക്കിംഗ് 380, ലിസണിംഗ് 370, റീഡിംഗ് 360. ഓക്കെ, ഗുഡ്. ഫുൾ ബിയോട് കൂടെയാണ് പാസ്സായിട്ടിരിക്കുന്നത് അല്ലേ? യെസ്, ഒരുപാട് റൈറ്റിംഗ് പറഞ്ഞ പോലെ ഞാൻ ലെറ്റർ എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് കുറെ സമയമുണ്ട്. ഞാൻ വീണ്ടും പ്രൂഫ് റീഡിംഗ് കഴിഞ്ഞിട്ടും ഇനി ഞാൻ വീണ്ടും നോക്കിയിരിക്കുകയാണ്. ഈശ്വര, ഞാൻ തെറ്റിയിട്ടുണ്ടോ എന്തെങ്കിലും? എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ കുറച്ച് മലയാളീസ് ഉണ്ട്. അവര് ലിസണിങ് അയ്യോ ബുദ്ധിമുട്ടായിരുന്നെന്ന് പറയുമ്പോൾ ഞാൻ എഴുതിയത് ഇനി തെറ്റായിരുന്നോ? എനിക്ക് കിട്ടിയതാണല്ലോ, പാട്ട് ഫുൾ എനിക്ക് കിട്ടിയതാണല്ലോ എന്നൊക്കെയായിരുന്നു എന്റെ മനസ്സിൽ മുഴുവനും. അതുപോലെ റീഡിംഗ് ആണെങ്കിലും എനിക്ക് കിട്ടിയതാണല്ലോ. പിന്നെ വിനോദ് സാർ പറയുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം കറക്റ്റ് എന്ന് തോന്നുന്നതാണ് എപ്പോഴും കറക്റ്റ്. പിന്നെ നമ്മൾ തിരുത്തിയാൽ അത് ഉറപ്പായിട്ടും തെറ്റായിരിക്കും. അങ്ങനെ കുറെ, പിന്നെ മോട്ടിവേഷൻ പറയാതിരിക്കാൻ പറ്റില്ല. എക്സാമിന്റെ പ്രീവിയസ് ഡേയിലുള്ള മാഡത്തിന്റെ ക്ലാസ്, പിന്നെ സ്പീക്കിംഗ് സ്പെക്കുലേഷൻസ് എല്ലാം, മോട്ടിവേഷൻ ക്ലാസ്സിന് വളരെ വളരെ നന്ദി. അറിയില്ല, ഇനി പറയാനായിട്ട് വാക്കുകളില്ല. ഒത്തിരി സന്തോഷം സംഗീത. താങ്ക് യു വെരി മച്ച്. യെസ്, താങ്ക് യു സോ മച്ച്. അപ്പൊ വലിയൊരു ഡ്രീം ആയിരുന്നു, അത് ഫുൾഫിൽ ചെയ്തു. ഹസ്ബൻഡ് ഒത്തിരി ഹാപ്പിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചുറ്റും നിൽക്കുന്ന ആളുകൾ ഹാപ്പി ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആണ് അല്ലെ? ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു abundantly. So we'll move on with Anupama. Yes, Anupama P. ഗുഡ് ഈവനിങ് മാം. ഭയങ്കര സന്തോഷത്തിലാണ്. ആക്ച്വലി ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു എന്റെ. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. യെസ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എല്ലാം B സ്കോർ കിട്ടി. ആൻഡ് റൈറ്റിംഗിൽ 400 ഉണ്ട്. അപ്പൊ എല്ലാ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എല്ലാ മൊഡ്യൂളിനും B ഉണ്ട്. എസ്പെഷ്യലി റൈറ്റിംഗിന് 400 ഉണ്ട് അല്ലെ? ഫസ്റ്റ് ഇൻട്രോ ക്ലാസ്സിൽ, ഓറിയന്റേഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു മൊഡ്യൂളിലെങ്കിലും ഒന്ന് 400 എയിം ചെയ്യണം അല്ലെ? എക്സാക്ട്ലി അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കണം. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വന്നേക്കുന്നത് അല്ലെ? ഒത്തിരി സന്തോഷമാണ് നിങ്ങളുടെ സ്കോർ കാർഡ് കാണുന്നത് എന്ന് പറയുന്നത്. ഒത്തിരി സന്തോഷം. അനുപമ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇത്രയും നല്ലൊരു സ്കോറിലോട്ട് എങ്ങനെയാ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എത്തിയേ? നാട്ടിൽ തന്നെ. അപ്പം ഡ്യൂട്ടിയും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ചെറിയ മോളൊക്കെ ഉണ്ട്. പിന്നെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുക്കും. ക്ലിയർ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ അല്ലെ, ആ ഒരു എന്താ പറയാ, ഡിസയർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് ചെറിയ ചെറിയ ഹഡിൽസ് ഒക്കെ ഓവർകം ചെയ്യാനായിട്ട് പറ്റി. അത് മാത്രല്ല മീൻസ് ഞാൻ മാത്രമേ ഉള്ളൂ നാട്ടിൽ വർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട്സ് എല്ലാവരും അബ്രോഡ് തന്നെയാണ്. ഞാൻ എന്റെ നാട്ടില് സെറ്റിലായി നിൽക്കുന്നതാണ്. അപ്പൊ എനിക്കും ഒരു ആഗ്രഹം പുറത്ത് പോകണം എന്നൊക്കെ. ഓക്കെ, അപ്പം ഒത്തിരി നാളത്തെ ആഗ്രഹമാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഫുൾ B, റൈറ്റിംഗ് 400 അല്ലെ? ഭയങ്കര അടിപൊളി സ്കോർ ആണ്. സോ വിൽ ബി മൂവ് ഓൺ വിത്ത് യെസ് ജോളി ജോർജ്. പറഞ്ഞ ജോളി. യെസ്, എക്സൈറ്റഡ് ആ മാം. ആക്ച്വലി നീതൂസ് അക്കാഡമി എനിക്ക് എന്റെ ഫ്രണ്ടാ സജസ്റ്റ് ചെയ്തത്. കാരണം അവള് പറഞ്ഞു ഞാൻ ഇവിടെ ഖത്തറിൽ വർക്ക് ചെയ്യുക. അപ്പൊ അവള് പറഞ്ഞു അവളുടെ കൊടുത്ത് ജോലി ചെയ്യുന്ന എല്ലാ ചേച്ചിമാർ അവിടെ പോയ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ് ആവും. പോവാണെങ്കിൽ നീ പ്ലാൻ ചെയ്യുവാണെങ്കിൽ അവിടെ മാത്രം പോയാൽ മതി. ഞാൻ ഓർത്ത് ഓക്കെ ട്രൈ ചെയ്യാം. കാരണം കൺട്രി ഡിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഐ വാസ് എ ബിറ്റ് കൺഫ്യൂസ്ഡ്. അവള് പറഞ്ഞു യു ജസ്റ്റ് ഗോ അഹെഡ് വിത്ത് OET. പോവാണെങ്കിൽ നീതൂസ് മാത്രം പോ. അവൾ എന്നെ എൻകറേജ് ചെയ്ത് വിട്ടു. ഫസ്റ്റ് ഓറിയന്റേഷൻ ക്ലാസ് കേട്ടു. അപ്പൊ അത് കേട്ടപ്പം എനിക്ക് തോന്നി ഞാൻ ഒത്തിരി മോഡിഫിക്കേഷൻ ചെയ്യണം. സ്റ്റഡീസ്, കൊച്ചുങ്ങള്, ഡ്യൂട്ടി എല്ലാം കൂടെ കുറെ മോഡിഫിക്കേഷൻ ചെയ്യണം എന്ന് വിചാരിച്ചു. പക്ഷെ ക്ലാസ് ഫസ്റ്റ് തുടങ്ങി കുറച്ച് സ്ട്രഗിൾ ആയിരുന്നു. ഫസ്റ്റ് മന്തില് സണ്ണി സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ആൻഡ് ദെൻ എല്ലാ ക്ലാസിന്റെ എൻഡില് സാർ എല്ലാ സമയത്തും ഒരു സ്മോൾ സ്റ്റോറി പറയും. ഫസ്റ്റ് 2-3 ഡേയ്സ് അത് കേട്ടിട്ട് 4th ഡേ ഐ സ്റ്റാർട്ട് ടു റൈറ്റ്. ഞാൻ അത് എഴുതാൻ തുടങ്ങി. ബിക്കോസ് ഇൻ കോഴ്സ് ഓഫ് ടൈം ഞാൻ ചിലപ്പോൾ അത് മറന്നു പോയാലോ എന്ന് മറക്കാതിരിക്കാൻ ഞാൻ എഴുതാൻ തുടങ്ങി. ബിക്കോസ് അത് ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യും. വളരെ ലോ ആവുമ്പോൾ ഞാൻ അത് കേൾക്കും. ആൻഡ് ദെൻ മാമിന്റെ ഞാൻ മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കുമായിരുന്നു. ഇറ്റ് വാസ് റിയലി വെരി ടച്ചിങ്. അത് ചില സമയത്ത് ഞാൻ കേൾക്കുന്ന സമയത്ത് ഞാൻ അത്ര ലോല് ഹിറ്റ് ചെയ്ത സമയത്തായിരിക്കും ഞാൻ കേൾക്കുന്നത്. കാരണം എനിക്ക് ചുറ്റും എനിക്ക് ഒട്ടും സപ്പോർട്ട് ഇല്ലായിരുന്നു മാം. ഞാൻ എല്ലാം തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ചെയ്തത്. ബട്ട് ഐ എം സോ ഹാപ്പി. എന്റെ ട്യൂട്ടേഴ്സ് നല്ലായിരുന്നു. എനിക്ക് കിട്ടിയ റൈറ്റിംഗ് ട്യൂട്ടേഴ്സ് ആയാലും റീഡിംഗ് ആയാലും സ്പീക്കിംഗ് ആയാലും
ലാസ്റ്റ് ഒക്കെ വളരെ എൻകറേജ് ചെയ്തു. ഐ എം ഹാപ്പി. ആൻഡ് ആസ് യു സെഡ് വിനേഴ്സ് മീറ്റിൽ കാണണ്ടെന്ന് ചോദിച്ച ആ ക്വസ്റ്റ്യൻ, ഐ എം സോ ഹാപ്പി. ആൻഡ് ഐ വാസ് തിങ്കിങ് ഐ ഷുഡ് ഹിറ്റ് 400 ബിക്കോസ് ഞാൻ എന്റെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഐ വോണ്ട് ടു ഗെറ്റ് 400 എന്ന് പറഞ്ഞ് ആയിപ്പോയി എനിക്ക്. സോ ഐ എം സോ താങ്ക്ഫുൾ. ആൻഡ് യു ആർ സച്ച് എ gem, ma'am. Really, you are a gem. You have to be, you have to be praised because really you are putting so much efforts. And down lady ma'am, when we hit so hard down, there should be someone to pull us out. And then I still remember one other sentence that you said, there will be no one to support you, there will be no one to encourage you. You have to encourage yourself. You have to put your work hard. You have to encourage yourself. That were the words were really good. Thanks a lot, ma'am. Thank you for your team is very good. Thanks a lot. Thank you so much, Jolie, for your kind and encouraging words. Okay, thank you so much. God bless you abundantly. നമ്മൾ എപ്പോഴും ലൈഫിൽ ഇപ്പം ജോളി പറഞ്ഞു അല്ലെ, പല സമയത്തും സപ്പോർട്ട് ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന സമയമുണ്ട്. ആ സമയത്ത് ഉറപ്പായിട്ടും നമുക്ക് സപ്പോർട്ടായിട്ട് ആരെങ്കിലും ഒക്കെ നമ്മുടെ ലൈഫിൽ വരും അല്ലെ. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയും മുന്നോട്ട് പോവാ, ഒരുപാട് ദൂരെ ഇനിയും പോവാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് അല്ലെ. ഇത്രയും സ്ട്രഗിളിന്റെ ഇടയ്ക്കിലും ഇത്രയും നല്ലൊരു സ്കോറുമായിട്ട് പുറത്തോട്ട് വന്നെങ്കിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. അത് എല്ലാവരെയും കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമല്ല. സോ ഗോഡ് ബ്ലെസ് യു abundantly. Thank you so much. So we'll move on with Hasna. Yes, Hasna Ibrahim. Yes, Hasna. ഗുഡ് ഈവനിങ് മാം. ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്താ ഇവിടെ പറയണം എന്നറിയില്ല. ഞാൻ ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ എന്റെ മൈൻഡിലുള്ള ഒരു കാര്യമാണ് ഈ വിന്നേഴ്സ് മീറ്റിൽ എങ്ങനെയെങ്കിലും ഒന്ന് മെമ്പർ ആവണം, എനിക്ക് ഇതുപോലെ പറയണം എന്നുള്ളത്. അതെന്തായാലും സാധിച്ചു. ആദ്യം പഠിച്ചവനോട് നന്ദി പറഞ്ഞ ശേഷമാണ് നിങ്ങളോട് പറയണേ. ശരിക്കും ഈ അക്കാഡമി ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു അക്കാഡമി തന്നെയാണ് കേട്ടോ. വേറൊന്നും പറയാനില്ല. ഇതിന്റേതായ ഒരു സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇതിന് നിങ്ങളൊരു ടീം വർക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു എഫേർട്ട് തന്നെയാണ് ശരിക്കും എടുക്കുന്നത്. പിന്നെ ഇതെങ്ങനെ ഞാൻ ഈ ജേർണിയിലേക്ക് വന്നു എന്ന് പറഞ്ഞാല്, ഇവിടെ തന്നെ പഠിച്ച് ജയിച്ച് ഇപ്പൊ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു സീനിയർ പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ OET-യിൽ ഏത് അക്കാഡമി ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചപ്പം ഒരു 10-20ഓളം പേരെ ഞാൻ വിളിച്ചു ചോദിച്ചു എവിടെ ചൂസ് ചെയ്യണം. നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നീതൂസ് എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ അവര് പറഞ്ഞ് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ചാല്, അവര് നിങ്ങളെ മോൾഡ് ചെയ്ത് എടുക്കും. അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കാര്യം. മോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ട്രെയിനേഴ്സ് ഒക്കെ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആയിരുന്നു. എസ്പെഷ്യലി ഇൻട്രോ ബാച്ചിൽ സണ്ണി സാറിന്റെ മോട്ടിവേഷൻ ഭയങ്കര ഗ്രേറ്റ് ആണ്. പിന്നെ മാം പറഞ്ഞ പോലെ തന്നെ ഇത് ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് വേണം നമ്മൾ ഓരോ മാസവും അങ്ങോട്ട് എത്താൻ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. മാമിന് എന്തായാലും എല്ലാവരും അനുഗ്രഹം ഉണ്ടാവും. എനിക്ക് വേറെ ഒന്നും പറയാനുള്ളൂ. താങ്ക് യു. സന്തോഷം അല്ലെ. ഒരുപാട് കാര്യമൊന്നും പറഞ്ഞില്ല, പക്ഷെ പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ട് ഹസ്നയുടെ ആ ഒരു ഉള്ളിലുള്ള ഒരു എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരു ആഗ്രഹവും ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് സന്തോഷം ഹസ്ന. മഞ്ജു TM. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മാമിനോടാണ് ഒത്തിരി താങ്ക്സ് പറയാനുള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ മാമിന്റെ ഈ മോട്ടിവേഷൻ ഉണ്ടല്ലോ, ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതൊരിക്കലും നിർത്തരുത്. ഞങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇപ്പം ജോളി പറഞ്ഞ പോലെ തന്നെ മാം ഇങ്ങനെ മോട്ടിവേഷൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഞാൻ എന്റെ നോട്ടിൽ ഞാൻ എഴുതി വെച്ച്, എനിക്കൊരു നോട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഞാനത് എടുത്ത് വായിക്കും. എനിക്ക് ഒത്തിരി വിഷമം വരുമ്പോ, കാരണം ഞാൻ 12 hour ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തപ്പോ എനിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ക്ലാസിന്റെ ടൈമിംഗ് അങ്ങനെ ഒരു ടൈമിംഗ് ആയിരുന്നു. ഞാൻ അബുദാബിയിലാണ്. ഇങ്ങനെ ഓരോ മോട്ടിവേഷൻ ഓരോ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ സണ്ണി സാറിന്റെ ക്ലാസ്, സണ്ണി സാറിന്റെ ഇപ്പോഴും എന്റെ മനസ്സിലൊരു കാര്യം വരുന്നത് എന്താന്ന് വെച്ചാൽ, എന്റെ ഫ്രണ്ട്സ് എല്ലാം ഇപ്പൊ ഓൾറെഡി എല്ലാരും UK, അയർലൻഡ്, ഓസ്ട്രേലിയ, US അങ്ങനെ എല്ലായിടത്തും ആണ്. അപ്പൊ ഞാൻ മാത്രമേ ഈ UAE എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും, ഞാൻ മാത്രം ഇവിടെ ആയി പോയല്ലോ, എനിക്ക് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ചെല്ലണമല്ലോ എന്ന് വിചാരിക്കുമ്പോ ഞാൻ ഇനിയിപ്പൊ എങ്ങനെയാ ചെല്ലുന്നത്. അപ്പൊ സണ്ണി സാറിന്റെ ക്ലാസ്സിലെടുത്ത സാർ ഇങ്ങനെ പറയായിരുന്നു, നമ്മള് ലിഫ്റ്റിൽ പോകുന്ന 6th ഫ്ലോറിൽ നമുക്ക് പോകണം. അപ്പം ലിഫ്റ്റിൽ പോകുന്നവര് കാണും, സ്റ്റെപ്പ് കയറി പോകുന്നവര് കാണും. ലിഫ്റ്റിൽ പോകുന്നവര് നേരത്തെ എത്തുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സ്റ്റെപ്പ് കയറി പോകുന്നവരും 6th ഫ്ലോറിൽ ചെല്ലാതിരിക്കത്തില്ല. ആ ഒരു സെന്റൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഞാൻ എടുത്ത് വായിക്കാറുണ്ട്. പിന്നെ മാം പറഞ്ഞ ഒരു കാര്യം എന്നെ ഒത്തിരി ടച്ച് ചെയ്തത്, നമുക്ക് എനർജി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകേണ്ട പ്ലേസിന്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾ പഠിക്കുന്നതിന്റെ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്തോട്ട്, എന്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് ആ ഫോട്ടോ. നീതൂസിന്റെ കൂടെയുള്ള ആ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ മാംസിനെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഓരോ മാംസും എന്നെ എന്തോരം ഹെൽപ്പ് ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, അത്രയും. പിന്നെ എല്ലാത്തിനും മുകളില് ദൈവത്തിന്റെ ഒരു ഗ്രേസ് ഈ ഒരു ജേർണിയിൽ കൂടെ ഉണ്ടായിരുന്നു. ഈവൻ എക്സാം എഴുതാൻ പോകുന്ന ആ ഡേയിലൂടെ അവിടെ ചെന്നപ്പോ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എക്സാം എഴുതാൻ. അപ്പൊ എനിക്ക് ഭയങ്കര ഒന്ന് വെന്റിലേറ്റ് ചെയ്യാൻ പോലും ആരും ഇല്ലായിരുന്നു. നമ്മുടെ കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഭയങ്കര കൂളായി. എനിക്ക് പറഞ്ഞ പോലെ റൈറ്റിങ്ങിനൊക്കെ എനിക്കൊരു 15 മിനിറ്റ്സോളം ബാക്കി വന്നു എഴുതാനും. റീഡിങ്ങിനാണെങ്കിലും 10 മിനിറ്റ് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു റീഡിങ്. എല്ലാത്തിനും ബി സ്കോർ കിട്ടിയോണ്ട് ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല 400 എന്ന് വരണം. റീഡിങ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു മൊഡ്യൂൾ ആയിരുന്നേ. അപ്പൊ എനിക്ക് റീഡിങ്ങിന് 370 ആണ്, സ്പീക്കിങ്ങിന് 400, ലിസണിങ് 350, റൈറ്റിങ്ങിന് 360 ആണ് സ്കോർ. 360. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ 400 ഉള്ളത് സ്പീക്കിങ്ങിനാണ്. റിച്ച മാമിന്റെ ക്ലാസ്, സ്പീക്കിംഗ് ക്ലബിന്റെ ക്ലാസ് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം എനിക്ക് നോൺ കേസ് അൺനോൺ കേസ് എനിക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം റിച്ച മാം ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഓരോ ടീച്ചേഴ്സും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു ഡിയർ. യെസ്, വി വിൽ മൂവ് ഓൺ വിത്ത് രേഷ്മ ചാക്കോ. ഒത്തിരി സന്തോഷമുണ്ട് മാം. ഞാൻ ഇപ്പം പാസ് ഔട്ട് ആയതേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇത് എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഫുൾ ബി ഗ്രേഡ്. റീഡിംഗ് 390 ഉണ്ട്, സ്പീക്കിംഗ് 380, ലിസണിംഗ് 350, റൈറ്റിംഗ് 360. ഓക്കെ, അടിപൊളി. അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലെ? യെസ്, ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷനോട് കൂടി നീതൂസിൽ എത്തിയ ഒരാളാണെന്ന് ആലോചിച്ച് നോക്കിയല്ലേ. പഠിച്ച് അങ്ങോട്ട് ഇറങ്ങി ഉടനെ OET എന്നൊരു സ്വപ്നമായിട്ട് വന്നു. ഇന്ന് വിന്നർ ആയിട്ട് വന്നേക്കുവാ. എങ്ങനെ ഉണ്ടായിരുന്നു നീതൂസിനോടൊപ്പം ജേർണി? എങ്ങനെ ഉണ്ടായിരുന്നു? ജസ്റ്റ് 4th ഇയർ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസിനോട് എന്താ പറയാനുള്ളത്? ആദ്യം തന്നെ എന്റെ വീട്ടുകാർ പറഞ്ഞു തന്നെയാണ് ഞാൻ ഈ ദിവസം ജോയിൻ ചെയ്തത്. മാമിനെ അറിയായിരുന്നില്ല. അപ്പം അങ്ങനെ ജോയിൻ ചെയ്തതാണ്. അപ്പം എല്ലാ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഓഫ്ലൈൻ ആയിരുന്നു ആദ്യം. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഓഫ്ലൈൻ പോണോ വേണ്ടിയോ എന്ന്. പക്ഷെ ഞാൻ ഓൺലൈൻ തന്നെ എടുത്തു. പക്ഷെ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോ ഓഫ്ലൈനെക്കാട്ടും എന്തുകൊണ്ടും നീതൂസിൽ അതിന്റേതായ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും റിസൾട്ട് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. സോ വെരി ഹാപ്പി. യു ക്യാൻ മാം. ഒരുപാട് സന്തോഷം രേഷ്മ. So we will move on with Caroline. Yes, Caroline, എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നു മാം. ഇതെന്റെ 6th അറ്റംപ്റ്റ് ആയിരുന്നു. എല്ലാ പ്രാവശ്യം പോയിക്കൊണ്ടിരുന്നത് റീഡിങ്ങിലായിരുന്നു. അപ്പൊ 320, 330 ആ ഒരു റേഞ്ചിലായിരുന്നു എന്റെ സ്കോർ നിന്നിരുന്നത്. അതൊന്നും ഒരിക്കലും എനിക്ക് മറികടക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഇനി ഞാൻ എഴുതൂല എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി. 5th അറ്റംപ്റ്റ് ഒക്കെ ആയപ്പോ ഒന്നും കൂടി എന്താ പറയാ, മാമിന്റെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കേൾക്കാറുണ്ട്. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു, ഇനി ഒരു പ്രാവശ്യം കൂടി അറ്റംപ്റ്റ് ചെയ്യേ. മുന്നേ വേറെ അക്കാഡമിക്സിലാണ് ഞാൻ പഠിച്ചത്. ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനത് എഴുതി. ഓൾസോ ഞാൻ പ്രഗ്നന്റ് ആണ്. അപ്പൊ അതിന്റെ കുറച്ച് കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത് എഴുതി. ഇപ്പം റീഡിങ്ങില് 430, സ്പീക്കിങ്ങിന് 400, പിന്നെ ലിസണിങ് 350, റൈറ്റ് അങ്ങനെയായി. ഇപ്പൊ UK സ്കോർ ആയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 5 പ്രാവശ്യം എഴുതി ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ ഈ 6ാമത്തെ പ്രാവശ്യം 2 400 സ്കോറുമായിട്ട് അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു അടിപൊളി സ്കോറാന്ന് നോക്കിയേ അല്ലെ? 2 400 സ്കോറുമായിട്ട് ഇന്ന് വിന്നർ ആയിട്ട് വന്നേക്കോ, ബാക്കിയുള്ളവരെ ഇൻസ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ കരോളിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, മടുത്തു പോവരുത് അല്ലെ? നമ്മൾ ഒരിക്കലും ഗീവ് അപ്പ് ആവാതിരുന്നാൽ നമ്മുടെ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് നമ്മുടെ അടുത്തോട്ട് തന്നെ വരും. അതിൽ ഒരു ഡൗട്ടും ഇല്ല അല്ലെ? യുവർ പെയിൻ വിൽ ബി റിവാർഡഡ് എന്ന് പറയുന്നത് എക്സാക്ട്ലി കറക്റ്റ് ആണ്. ഒരുപാട് സന്തോഷം കാരലിന്. എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല. ഒത്തിരി അല്ലെ, ഒരു ജേർണി, ഒരു വലിയ ലോങ് ജേർണി ആയിരുന്നു. പക്ഷെ ഇന്ന് സക്സസ്ഫുൾ ആയിട്ട് ഇൻസ്പയർ ചെയ്യാൻ പാകത്തിനുള്ള സ്കോറുമായിട്ടാണ് വന്നേക്കുന്നത്. ഒരുപാട് സന്തോഷം. യെസ്, വി വിൽ മൂവ് ഓൺ വിത്ത് അനീന ജോസ്. പറഞ്ഞു അനീന. വളരെ സന്തോഷം മാം. ആക്ച്വലി ഞാൻ അവസാനം നിർത്താം എന്ന് എന്റെ മദർ ഇൻ ലോ പറഞ്ഞു, നീ ലാസ്റ്റ് ആയിട്ട് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യേ, പക്ഷെ നീ കിട്ടും എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കല്ലായിരുന്നു കോൺഫിഡൻസ്, എന്റെ ഹസ്ബൻഡിനും എന്റെ മദറിനൊക്കെയായിരുന്നു കോൺഫിഡൻസ്, നീ എന്തായാലും ജയിക്കുന്നു. പിന്നെ വിനോദ് സാറും ഇപ്പോഴും പറയായിരുന്നു, മാമിന്റെ ആ ഡ്രീം അതൊക്കെ കണ്ട് പിന്നെ എന്നാ ശരി എന്നാ നോക്കാമെന്ന് പറഞ്ഞ് ലാസ്റ്റ് അവസാനത്തെ അറ്റംപ്റ്റ് ഞാൻ നോക്കില്ല എന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ ചേർന്നാണ് നീതൂസില്. പക്ഷെ മാം ഒരുപാട് എല്ലാ ട്യൂട്ടേഴ്സും പഠിക്കുന്ന രീതി, ഇതിനു മുമ്പ് ഞാൻ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്നിട്ടുണ്ട്. എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു എല്ലാവരും. എന്താ പറയുക, വിനോദ് സാറിന്റെ ക്ലാസ് ഒക്കെ ഞാൻ പോലും ഞാൻ മിസ് ചെയ്യാണ്ട് കൂടുമായിരുന്നു. എനിക്ക് കുഞ്ഞു മോളായിരുന്നു, അവളെ ഇട്ടിട്ട് ഞാൻ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. എനിക്ക് എന്താ പറയാ, അത്രയും സന്തോഷമുണ്ട് മാം. എന്തായാലും എന്റെ ഡ്രീമായി എല്ലാത്തിനും ബി കിട്ടി. ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് എന്ന രീതിയിൽ നീതൂസിലെത്തി ഇന്ന് വിന്നറായി ഇരിക്കുവാണ്. ഒരുപാട് സന്തോഷം അനീന. നമ്മുടെ എന്ത് സ്ട്രഗിളും അല്ലെ, നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് OET ആയിരുന്നു. സോ യു റീച്ച്ഡ് ഹിയർ ആൻഡ് ഫൈനലി യു ക്രാക്ക്ഡ് ഇറ്റ് അല്ലെ? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം അനീന. സോ വി വിൽ മൂവ് ഓൺ വിത്ത്
ആരതി കൃഷ്ണ. യെസ് ആരതി. ഒത്തിരി സന്തോഷം മാം. ഇതെന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ ഇപ്പൊ പാസ് ഔട്ട് ആയ ബാച്ച് ആണ്. യെസ് അഗൈൻ അടുത്ത ഫ്രഷർ ആണ് അല്ലേ? മാം ഞാൻ ഇൻസ്റ്റാഗ്രാമില് ഒത്തിരി വിന്നേഴ്സ് മീറ്റ് കണ്ടിട്ടാണ് നീതൂസിൽ ജോയിൻ ചെയ്തത്. വിന്നേഴ്സ് മീറ്റ് ഞാൻ കണ്ടതൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടി. അത് കണ്ടിട്ടാണ് ഞാൻ നീതൂസിൽ ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്ത സമയത്ത് ഒത്തിരി പേര് പറഞ്ഞു ഓൺലൈൻ എഫക്റ്റീവ് ആവത്തില്ല എന്ന്. അപ്പൊ എനിക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ പിന്നെ എനിക്ക് തോന്നി ഇതായിരുന്നു എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഞാൻ ഇൻട്രോ ബാച്ചിൽ ഒരു ദിവസം സ്പീക്കിംഗ് ക്ലബ്ബിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം OET സ്പീക്കിംഗ് എന്താണെന്ന് പോലും എനിക്ക് അപ്പൊ അറിയുന്നുണ്ടായിരുന്നില്ല. റിച്ച മാഡം എന്നോട് ഒരു ടാസ്ക് ചെയ്യാൻ പറഞ്ഞപ്പോ എനിക്ക് അത് ചെയ്യാൻ അറിയില്ലാതെ ഞാൻ അതിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ആ ടാസ്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ആ ടൈമിൽ സ്പീക്കിംഗ് എന്താന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അവിടെ നിന്ന് എനിക്കിപ്പം സ്പീക്കിംഗിന് 400 ഉണ്ട് മാം. സ്പീക്കിംഗ് 400 സ്കോറോട് കൂടി ഫസ്റ്റ് ടൈം അല്ലെ? ഫ്രഷർ ആണ്. ഒരുപാട് സന്തോഷം. യെസ്. എനിക്ക് ലിസണിങ്ങിന് 390 ഉണ്ട് മാം. റീഡിങ്ങിന് 380, റൈറ്റിംഗിന് 360, ഫുൾ B സ്കോർ ഉണ്ട് മാം. മാം താങ്ക് യു മാം. നീതൂസ് ടീമിന് മൊത്തം താങ്ക്സ് ഉണ്ട്. ഫസ്റ്റ് എന്നെ നീതൂസിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്ന മഡോണ മാഡം ആണ്. ആ മാഡം തൊട്ട് ഏറ്റവും ലാസ്റ്റ് ഇപ്പൊ കോൺടാക്ട് ചെയ്ത അനീഷ് സാറ് വരെ എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഒത്തിരി സന്തോഷം. ഗോഡ് ബ്ലെസ് യു ഡിയർ. വി വിൽ മൂവ് ഓൺ വിത്ത് ജിൻഷ ജോയ്. ഇതെന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ പറ്റുന്ന ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ എവിടെ പഠിക്കണം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഫ്രണ്ട്സ് ഒക്കെയാണ് ഇങ്ങനെ പറഞ്ഞത്. അവരും നീതൂസിൽ തന്നെയാണ് പഠിച്ചത്. അപ്പൊ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ നീതൂസിൽ ജോയിൻ ചെയ്യുന്നത്. ഫാസ്റ്റ് ഒക്കെ എങ്ങനെയാണ് OET എന്താന്ന് പോലും അറിയാണ്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ട്രെയിനേഴ്സ് ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും അവരെപ്പോഴും എപ്പോ ചോദിച്ചാലും അതിനുള്ള ഉത്തരം ഉണ്ട് അവരുടെ കയ്യില്. ഫ്രണ്ട്സ് റെഫർ ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. ഇന്നൊരു വിന്നർ ആയിട്ട് എത്തിയേക്കണം. ഒരുപാട് സന്തോഷം ജിൻഷ. വിൽ മൂവ് ഓൺ വിത്ത് മെർലിൻ. യെസ് മെർലിൻ ജോർജ്. യെസ് മെർലിൻ. മാം ഭയങ്കര സന്തോഷമുണ്ട്. ഇതുപോലൊരു വിന്നേഴ്സ് മീറ്റ് കണ്ടിട്ടാണ് ഞാൻ നീതൂസിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചത് OET ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നെ കൊണ്ട് പാസ്സാവാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സ്കോർ വന്നപ്പോ ശരിക്കും ഞെട്ടിപ്പോയി. ഞാനും ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. സ്പീക്കിങ്ങിന് 450 ഉണ്ട് മാം. റീഡിംഗ് ലിസണിങ്ങിന് 410, റൈറ്റിംഗിന് 390. ഈ സ്കോർ ഫുള്ള് നീതൂസിലെ വന്ന പിന്നെ എന്നെ പഠിപ്പിച്ച എല്ലാ ട്രെയിനേഴ്സും അവര് കാരണം മാത്രമാണ് എനിക്ക് സ്കോർ കിട്ടിയത്. പ്രത്യേകിച്ച് റിച്ച മാം, പിന്നെ ഓരോ ട്രെയിനേഴ്സും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ മെർലിന്റെ സ്കോർ എന്ന് പറഞ്ഞാൽ 3 മൊഡ്യൂളിന് 400 ആണ് അല്ലെ? അതെ, അടിപൊളി സ്കോർ. ഒന്ന് നോക്കിയേ, 3 മൊഡ്യൂളിന് 400 ആണ്. ഏതിനാണ് 390 വന്നിരിക്കുന്നത്? റൈറ്റിംഗിന് 390, സ്പീക്കിങ്ങിന് 450, റീഡിങ്ങിനും ലിസണിങ്ങിനും 410. ഇതല്ലേ സ്കോർ? യെസ്. അതും ഫ്രഷർ ആണെന്ന് ആലോചിക്കണം അല്ലെ? ഫസ്റ്റ് അറ്റംപ്റ്റ്. ഒന്നും പറയാനില്ല കുഞ്ഞെ. ഹാറ്റ്സ് ഓഫ്. ഓക്കെ, ഒന്നും അറിയാതാണ് ഞാൻ ഇവിടെ വന്നത്. ദൈവമാണ് എന്നെ ഇവിടെ എത്തിച്ചു തന്നെ. ഓരോ ട്രെയിനേഴ്സ് എനിക്ക് തന്നത് മാത്രമാണ് ഞാൻ പഠിച്ചതും അത് മാത്രമാണ് ഞാൻ എഴുതിയതും. ഒരാളുടെ അല്ലെ നമ്മുടെ മനസ്സ് നിറയാന്ന് പറയില്ലേ? യെസ്, ആ ഒരു സ്റ്റേജിലാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടു കൂടിയാ നോക്കണം. ഫസ്റ്റ് അറ്റംപ്റ്റ് 400+ അല്ലെ? യെസ്, കൊള്ളാം. യെസ്, ഒത്തിരി ഒരുപാട് സന്തോഷം വരെ. അപ്പൊ ഇനിയുള്ള ലൈഫിലും ഒത്തിരി ദൂരം ഇനിയും പോകാനുണ്ട്. ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് ഇതുപോലെ ഇനിയും നിറയാനുണ്ട്. ദൈവം സഹായിക്കട്ടെ കേട്ടാ. താങ്ക് യു സോ മച്ച്. യെസ്, വി വിൽ മൂവ് ഓൺ വിത്ത് നീന. യെസ് നീന. മാം ഒത്തിരി സന്തോഷം മാം. ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ട് ആണ് എനിക്ക് കിട്ടിയത്. അതും എസ്പെഷ്യലി ഒരു A ഗ്രേഡ് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അപ്പം എന്താ പറയാ, ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് എന്റെ അമ്മയൊക്കെ ഒത്തിരി ഹാപ്പിയാണ്. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ ഇതുപോലെ തന്നെ ഫ്രഷർ ആണ്. ഞാൻ ജസ്റ്റ് പാസ് ഔട്ട് ആയേ ഉള്ളൂ. ഫസ്റ്റ് അറ്റംപ്റ്റ് ഫ്രഷർ ആണ്. അതും A ഗ്രേഡോട് കൂടെ പാസ്സായേക്കണം. ഏത് മൊഡ്യൂളിനാണ് നീന? റീഡിങ്ങിനാണ് മാം A ഗ്രേഡ്. 460 ആണ് റീഡിങ്ങിന്. A ഗ്രേഡ് ആണ്. ഫ്രഷർ ആണ്. അതേപോലെ തന്നെ എനിക്ക് ഈവൻ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ആണെന്നുണ്ടെങ്കിലും ഐ ഗോട്ട് 430 രണ്ടിനും. അടുത്ത 3 400 മേടിച്ച ആള്. ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് 430, റീഡിംഗ് 460, റൈറ്റിംഗിന് എത്രയാ? 360. 3 മൊഡ്യൂളിന് അഗൈൻ എബവ് 400. അതും മെർലിനെ പോലെ തന്നെയാണ്. ഫ്രഷർ ആണ്. ഒരുപാട് സന്തോഷം കേട്ടാ. ഒത്തിരി സന്തോഷം. I'm really thankful നീതൂസിൻ തന്ന കോച്ചിങ്ങിന്. എനിക്ക് കിട്ടിയിരുന്ന എല്ലാ ട്രെയിനേഴ്സും ലൈക്ക് ഒരാളെ അങ്ങനെ എടുത്തു പറയാനില്ല. എനിക്ക് കിട്ടിയ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. സോ ഐ തിങ്ക് ദാറ്റ് റിയലി ഹെൽപ് മീ എ ലോട്ട്. സോ യാ, താങ്ക് യു. ഒരുപാട് ഫ്രഷേഴ്സ് ഇനിയും OET എഴുതണോ വേണ്ടോ എങ്ങനെയാന്നൊക്കെ നോക്കി ആലോചിച്ചിരിപ്പുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉള്ള മെസ്സേജ് ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന 2 സ്റ്റുഡൻസും
ജസ്റ്റ് പാസ് ഔട്ട് ആണ്. 3 മൊഡ്യൂളിനും 2 പേർക്കും 400 എബവ് സ്കോറുകളുണ്ട് അല്ലെ? അതൊരു ചെറിയ കാര്യമല്ല. സോ ധൈര്യമായിട്ട് പോരെ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇവരുടെ ഓരോ വാക്കുകളും. ഒരുപാട് സന്തോഷം. യെസ്, വി വിൽ മൂവ് ഓൺ വിത്ത് നവ്യ. നവ്യ വർഗീസ്, യേസ് നവ്യ പറഞ്ഞേ. 1 മന്ത് ക്രാഷിനാണ് ഞാൻ വന്നത്. ഞാൻ മുന്നേ പഠിച്ച അക്കാദമിനേക്കാളും വളരെ ഡിഫറെന്റ് ആണ്. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു നമുക്ക് എത്രത്തോളം. പിന്നെ നീതൂസ് അക്കാദമി വളരെ നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത. പിന്നെ എന്റെ ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവ് ആണ്. ആള് പറഞ്ഞു 1 മന്ത് ഉള്ളെങ്കിൽ നീതൂസിൽ പോയാൽ മതി. റീഡിങ്ങിനും ലിസണിങ്ങിനും 360, റൈറ്റിങ്ങിന് 370. അപ്പൊ ഒരു 1 മന്ത് ജേർണിക്ക് വേണ്ടിയാണ് നവ്യ നീതൂസിൽ വന്നത്. ഇന്ന് ഫുൾ ബിയോട് കൂടെ പാസ് ആയേക്കുവാണ്. ഒരുപാട് സന്തോഷം നവ്യ. സോ ഗോഡ് ബ്ലെസ് യു ഡിയർ നവ്യ. അപ്പൊ ഒത്തിരി സന്തോഷം. യെസ്, വി വിൽ മൂവ് ഓൺ വിത്ത് ലക്ഷ്മി. യെസ് ലക്ഷ്മി, TK. യെസ് ലക്ഷ്മി. എന്താ ഇവിടെ ഇരിക്കുമ്പോ എന്താ പറയണ്ടേന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാനും പറഞ്ഞ പോലെ ഫ്രഷറാണ്. യെസ്, കഴിഞ്ഞിട്ട് എന്തായാലും OET എഴുതാന്ന് വിചാരിച്ചു. പിന്നെ എന്റെ ഫ്രണ്ടാണ് പറഞ്ഞത് ഇത് നല്ലതാണ് അങ്ങനെ പോന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോ എന്നാ പിന്നെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോന്ന് പറഞ്ഞു. എന്തായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഭയങ്കര അടിപൊളി ടീമാണ് നീതൂസിന്റെ, ഒന്നും പറയാനില്ല മാം. ലിസണിങ്ങും റൈറ്റിങ്ങും 350 ആണ്. സ്പീക്കിംഗ് 410, റീഡിംഗ് 380. അടുത്ത ഒരു ഫ്രഷർ ആണ്. യെസ്, സ്പീക്കിങ്ങിന് 410 ആണ് സ്കോർ അല്ലെ? വീണ്ടും ഒരു 400 എബവ് സ്കോർ. നോക്കിയേ, ഇന്ന് ഈ വിന്നേഴ്സ് മീറ്റിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു മൊഡ്യൂളിനെങ്കിലും 400 എബവ് സ്കോർ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തൊരു അടിപൊളി സ്കോറാണ്, എന്തൊരു വൈബാണ് നമുക്ക് കിട്ടുന്ന തിരിച്ചിങ്ങോട്ട്. ഒരുപാട് സന്തോഷം. യെസ് ലക്ഷ്മി. അതുപോലെ എല്ലാ മാഡംസിനും എല്ലാരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാരും ഭയങ്കര എന്താ പറയാ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് തോന്നി. അവരുടെ സ്പീക്കിംഗ് ആണെങ്കിലും കറക്ഷൻസ് വരുമ്പോഴൊക്കെ ആണെങ്കിലും അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ടെൽ മീ ആയിഷാന, പറഞ്ഞോ. ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഞാൻ ആദ്യം ഓഫ്ലൈൻ ആണ് പഠിച്ചത്. അപ്പൊ നീതൂസ് ഞാൻ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ നീതൂസിൽ വന്നാൽ കിട്ടും എന്നൊരു റിസൾട്ട് ഉണ്ട് എന്നൊരിത് കണ്ടിട്ടാണ് ഞാൻ നീതൂസ് ചൂസ് ചെയ്തത്. പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എന്തുകൊണ്ടാണ് നമുക്ക് നീതൂസിൽ വന്നാൽ കിട്ടും എന്ന് ഇത്ര ഉറപ്പ് പറയുന്നത്. കാരണം നീതൂസിന്റെ ടീമാണെങ്കിലും എല്ലാരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്ക് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ പോലും ആ ഒരു മോട്ടിവേഷൻ കൊണ്ട് നമ്മൾ കയറി പോരുമായിരുന്നു. ഞാന് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് കുഞ്ഞു വാവ ഉണ്ടായിരുന്നു. 3 months ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ വാവയുടെ കാര്യങ്ങളും എല്ലാം ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഹസ്ബൻഡിന്റെ ഫാമിലി ആണെങ്കിലും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവില്ല. എല്ലാത്തിനും B സ്കോർ കിട്ടി. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഞാൻ റിസൾട്ട് നോക്കുമ്പോഴാണെങ്കിലും ഞാൻ 2-3 തവണ ഒന്നും കൂടി നോക്കി എനിക്ക് തന്നെയാണോ എന്നുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. വി വിൽ മൂവ് ഓൺ വിത്ത് ബെന്ന. ഞാൻ ഫ്രഷർ ആണ്. കോളേജിലൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അന്നേരം മുതൽ നീതൂസ് അക്കാഡമി നമ്മള് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് കുറെ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. അപ്പൊ അന്നേരം മുതൽ നീതൂസ് അക്കാഡമി തന്നെ ജോയിൻ ചെയ്യണം കോഴ്സ് തീരുമ്പേന്ന് ഞാൻ അന്നേരം ഓർത്തതാണ്. സ്പീക്കിങ്ങിന് 400, റൈറ്റിംഗ് 370, റീഡിംഗ് 350. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു സ്പീക്കിംഗ് എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു ഞാൻ വന്ന സമയത്ത്. അപ്പൊ ഓരോ ട്രെയിനേഴ്സ് എനിക്ക് ഓരോ കറക്ഷൻസ് തരുമ്പോ അതിൽ നിന്നാണ് ശരിക്കും ആ കറക്ഷൻസിൽ നിന്ന് നമ്മൾ പുതിയത് പഠിച്ചത്. അവസാനമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഒന്ന് സ്പീക്കിംഗ് ആയിരുന്നു എനിക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ ചെന്നപ്പോ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയത് സ്പീക്കിംഗ് ആയിരുന്നു. അടുത്തൊരു ഫ്രഷർ. എന്തോരം പുതിയ പിള്ളേരാണെന്ന് നോക്കിയാൽ ജസ്റ്റ് പഠിച്ചങ്ങോട്ട് ഇറങ്ങണു, OET ക്ലിയർ ആവണം. ഒരുപാട് സന്തോഷം പെന്ന. ഗോഡ് ബ്ലെസ് യു. വി വിൽ മൂവ് ഓൺ വിത്ത് ദയ എം മാത്യു. യെസ് ദയ, പറഞ്ഞേ, എന്ത് തോന്നുന്നു? ഗുഡ് ഈവനിങ് മാം. ഞാൻ ഇറങ്ങിയിട്ടുള്ളൂ മാം. എനിക്ക് ഫുൾ B സ്കോർ ഉണ്ട്. റൈറ്റിംഗ് 450 ആണ് മാം. സ്പീക്കിംഗ് 400 ആണ് മാം. റീഡിംഗ് 410 ആണ്. റീഡിംഗ് 410 ആണ്. യെസ്. പിന്നെ ലിസണിംഗ് 360 ആണ് മാം. ലിസണിംഗ് 360 ആണ്. വീണ്ടും അടുത്തൊരു ഫ്രഷർ അല്ലെ? 3 മൊഡ്യൂളിന് 400 സ്കോറും ആയിട്ട് അല്ലെ? ഒട്ടും ചെറിയ കാര്യമല്ല കേട്ടോ ദയാ. യെസ്. അപ്പോ എഗെയിൻ പറയാ, ധൈര്യമായിട്ട് പോരെ. പഠിച്ചിറങ്ങുന്ന ഉടനെ ധൈര്യമായിട്ട് ഇങ്ങ് പോരെ എന്ന് പറയാൻ പറ്റും അല്ലെ? എത്ര പിള്ളേരാന്ന് നോക്കിയാൽ ഫ്രഷേഴ്സ് വന്നേക്കുന്നത്. ഒരുപാട് സന്തോഷം. അതും റൈറ്റിങ്ങിന് A ഗ്രേഡ് ആണ്, സ്പീക്കിങ്ങിന് 400 ആണ്, റീഡിങ്ങിന് 410 ആണ്, ലിസണിങ്ങിന് 360 ആണ്. സ്കോർ ഒന്ന് നോക്കിയേ അല്ലെ? ഒരുപാട് സന്തോഷം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ജേർണിയിലോട്ട്? എങ്ങനെയാ എത്തിയതയാ? മാം, എന്റെ ചേച്ചി പറയുമ്പോഴാണ് ഞാൻ നീതൂസിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്. പിന്നെ കോളേജിലാണ് എന്റെ ഓറിയന്റേഷൻ ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചിറങ്ങുന്ന ആ ഒരു ടൈമിൽ കോളേജിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നീതൂസിനെ കുറിച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞത്. അപ്പൊ എന്റെ ചേച്ചി പറഞ്ഞു, നീ ഒരു ക്ലാസ് കയറി നോക്കുക, അന്നേരം നിനക്ക് അറിയാം എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് ക്ലാസ് തന്നെ എനിക്ക് കേട്ടപ്പോൾ തന്നെ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. ഇത് ഞാൻ ക്ലിയർ ചെയ്യും എന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു മാം. ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു മാം. പിന്നെ മാം ഓരോ മിസ്സുമാരും ഭയങ്കര സപ്പോർട്ടീവ്
സപ്പോർട്ടീവ് ആയിരുന്നു മാം. എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര പാടായിരുന്നു മാം. എനിക്ക് ഈ ഫസ്റ്റ് ടൈമിലൊക്കെ സ്പീക്കിംഗ് എങ്ങനെ ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഏകദേശം എക്സാമിന് 2 മാസം മുമ്പാണ് ഞാൻ സ്പീക്കിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ റിച്ച മാമിന്റെ ക്ലാസ് ആയിരുന്നു മാം. ഓരോ കാര്യങ്ങളും ഇത് ആദ്യത്തെ നമ്മൾ ആ 3 മിനിറ്റിൽ എന്തുമാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ഓരോ ബേസിലുള്ള ഓരോ കാര്യങ്ങളും. ഇപ്പം നമ്മളൊരു ക്രൈറ്റീരിയ അനുസരിച്ചാണെങ്കിലും ഓരോ വാക്കും എങ്ങനെ ചെയ്യേണ്ടതെന്ന് അതിന്റെ എല്ലാ സംഭവങ്ങളും റിച്ച മാം ആയിരുന്നു മാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അതുപോലെ തന്നെ എന്റെ റൈറ്റിംഗിന്റെ മേഡംസ് ആണെങ്കിലും റുമാന മേഡം ആയിരുന്നു എന്റെ ഇന്റൻസീവ് ബാച്ചിൽ. മേഡം പ്രഗ്നൻസി ആയിട്ട് ലീവ് ആയിരുന്നു. എന്നിട്ട് പോലും എന്റെ എക്സാമിന്റെ ടൈം എനിക്ക് അറിയത്തില്ല. എന്നിട്ട് ഞാൻ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് റുമാന മേഡം പറയുന്നത് ഞാൻ ലീവിലായിരുന്നു എന്ന്. അങ്ങനെ പോലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ എക്സാം ബാച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ ഭയങ്കര പാടായിരുന്നു. 10ഉം 15 മാർക്ക് കിട്ടിയിട്ടുള്ള ടൈം വരെ ഉണ്ടായിരുന്നു. അന്നേരം എല്ലാ ദിവസവും രാവിലെ നയന മേഡം ആണെങ്കിലും വിന്നി മേഡം ആണെങ്കിലും എന്നും രാവിലെ ഓരോ കോഡ്സ് അയക്കുമായിരുന്നു. ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതൊക്കെ ഭയങ്കര എഫക്റ്റീവ്, ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു മാം. ഒരുപാട് സന്തോഷമുണ്ട് മാം. പിന്നെ സൗബിക മേഡം, എല്ലാ മേഡംസും അടിപൊളിയായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് മാം. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം ദയ. നിങ്ങളുടെ ഇങ്ങനെയുള്ള ഓരോ വാക്കുകളാണ് ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ള എല്ലാ ഊർജവും നൽകുന്നത് കേട്ടോ. ഒരുപാട് സന്തോഷം. ഇതാണ് ഞങ്ങളുടെ എനർജി എന്ന് പറയുന്നത്. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. വി വിൽ മൂവ് ഓൺ വിത്ത് ഷൽമി ജോൺ. ഷൽമി. ആദ്യം തന്നെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ നീതൂസിൽ എല്ലാവർക്കും. കാരണം എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ PSC ഒക്കെ കിട്ടി നാട്ടിൽ സെറ്റിൽ ചെയ്യാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. OET എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്താണ് ഞാൻ നീതൂസിൽ എത്തുന്നത്. ആദ്യ സമയങ്ങളിൽ എനിക്ക് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാം. കാരണം റീഡിംഗ് ഹാബിറ്റ് ഒന്നും ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. പക്ഷെ സണ്ണിസ് അത്രയും ഇൻസ്പിറേഷൻ ആയിരുന്നു ശരിക്കും. ഓരോ ക്ലാസ്സിന്റെ എൻഡിങ്ങിലും സാർ ഒരു സ്റ്റോറി പറയും. അത് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ടും പറ്റുമായിരിക്കും. ചില സമയത്ത് കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. കാരണം എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ഓർത്തിട്ട്. ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. അത് ഓരോ ട്യൂട്ടേഴ്സിനും പ്രത്യേകം നീതുമാമനും ഒരുപാട് നന്ദി പറയുന്നു. എന്നാലും എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. സോ വി വിൽ മൂവ് ഓൺ വിത്ത് ലക്ഷ്മി VB. യെസ് ലക്ഷ്മി. ഭയങ്കര ഹാപ്പിയാണ്. റിസൾട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഒരു തവണ എഴുതിയിട്ടുണ്ട്, ഒരു 1 ഇയർ മുമ്പ് OET. അന്നേരം എനിക്ക് റൈറ്റിംഗിന് C ആയിരുന്നു. ആ റൈറ്റിംഗിന് എങ്ങനെയും പ്ലസ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ 3 B, ഒരു A. റീഡിങ്ങിനാണ് മാം. റീഡിങ്ങിന് 460 ആണ് റീഡിങ്ങിന്. ബാക്കി 3 മൊഡ്യൂളിനും B ആണ്. സ്പീക്കിംഗിന് 400 ഉണ്ടായിരുന്നു. സ്പീക്കിംഗിന് 400 ഉണ്ട്. യെസ്. അപ്പൊ 2 400 എബോവ് സ്കോർ ആണ്. യെസ്. റൈറ്റിംഗിന് 300 ആയിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എയിം ചെയ്ത മാർക്ക് പറ്റി ഇപ്പൊ എനിക്കത് 380 ആയി. പറയാനാണെങ്കിൽ എനിക്ക് റൈറ്റിംഗ് ആ പാഠം വരുമ്പോ എനിക്ക് അറിയാമായിരുന്നു. അപ്പം വന്ന് ഫസ്റ്റ് ക്ലാസ് ഒക്കെ അതിന്റെ ക്രൈറ്റീരിയ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി റൈറ്റിംഗിന് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റാത്ത. അത് മനസ്സിലാക്കായിരുന്നു ആദ്യത്തെ കാര്യം. അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് എല്ലാ ട്യൂട്ടേഴ്സും ഹെൽപ്പ് ചെയ്തു. അന്ന് എക്സാമിന് പോകുന്ന അന്ന് രാവിലെയും ജയശ്രീ മാം കൺക്ലൂഷൻ ആയിട്ട് ഒരു മെസ്സേജ് ഇട്ട് വന്നു. ഞാൻ എക്സാമിന് പോകുന്നതിന് മുന്നേ ആ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അവരുടെ ഭാഗത്തുനിന്ന് എത്ര എഫേർട്ടാണ് അവർ തരുന്നതെന്ന്. ഭയങ്കര ലാസ്റ്റ് പോകാൻ നേരം റൈറ്റിംഗ് ഓർത്ത് എനിക്ക് പേടിയായിരുന്നു. അപ്പം നയന മാം വിളിച്ചു പറഞ്ഞു മാം എനിക്ക് ഇതുപോലെ പ്രശ്നമുണ്ട്. മാം എന്റെ സ്കോറൊക്കെ നോക്കിയിട്ട് നോ പ്രോബ്ലം, എല്ലാം B കിട്ടുന്ന ഒരു സ്റ്റുഡന്റ് ആണ്, തന്നെ ഒരു കുഴപ്പമില്ല, പോയി അങ്ങ് എക്സാം എഴുതിട്ട് വന്നോളാം. എല്ലാവരോടും എനിക്ക് ആദ്യം മുതൽ എന്നെ പഠിപ്പിച്ച എല്ലാവർക്കും താങ്ക്സ് പറയണം. നീതു മാമിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നല്ല മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ ഞാൻ കാണും. ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചു താങ്ക്സ് എന്ന് പറഞ്ഞാൽ. എനിക്ക് അത്ര സന്തോഷം ഉണ്ടായിരുന്നു റിസൾട്ട് വന്നപ്പോൾ. ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്. വി വിൽ മൂവ് ഓൺ വിത്ത് പ്രവീണ. യെസ് പ്രവീണ. ഇത് എനിക്ക് സത്യം പറഞ്ഞ ദൈവം തന്നൊരു ഗിഫ്റ്റ് ആണ് മാം. കാരണം ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മാം. അല്ല, ഇത്ര നാളത്തെ ഒരു ലൈഫിന് ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് മാം. കാരണം ഇത്ര ഏജ് ആയി, 33 years ആയി. അപ്പൊ ഇത്ര നാളും കൊണ്ട് നമുക്ക് എന്റെ ഫാമിലിനെ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺഫ്യൂഷനിലുണ്ടായിരുന്നു. പക്ഷെ പ്രവീണ 33 ഒന്നും ഒരു ഏജ് അല്ല കേട്ടോ. അല്ല, എങ്കിലും നമുക്ക് ഇത്ര നാളും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു റിഗ്രറ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ മനസ്സില്. കാരണം ഹസ്ബൻഡ് ഒക്കെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഒത്തിരി നമുക്ക് വിഷമം തോന്നുമായിരുന്നു. അപ്പൊ ഇത് ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നാളെ ടീച്ചേഴ്സ് ഡേ ആയത് സ്ഥിതിക്ക് എല്ലാ ടീച്ചേഴ്സിനും അതിൻ്റെതായ ഭയങ്കര ഒരു ഗ്രേറ്റ് ഫാമിലിയാണ് മാം നീതൂസിന്റെ. ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒത്തിരി ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എത്ര എഫോർട്ട് എടുക്കുന്നുണ്ട് ഓരോ മാഡംസ് ആണെങ്കിലും.
എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ കയ്യിൽ നിന്നുള്ള എഫേർട്ടുകൾ വളരെ കുറവായിരുന്നു. നിങ്ങൾ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങൾ ചെയ്യാൻ മാത്രം ആ ഒരു ക്ലാസ് ടൈമിൽ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞ ഒരു എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല സത്യത്തില്. ഡ്യൂട്ടി ഉണ്ട്, മോളുണ്ട്, മോക്ക് ഇപ്പം 1.5 വയസ്സായി. അപ്പൊ അങ്ങനെ എല്ലാം മൂത്തയാൾ ഒരാളുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് എനിക്ക് ആ സമയത്ത് എന്താണെന്ന് അറിയില്ല, ഫേസ്ബുക്കിൽ വരുന്നത് മുഴുവൻ നീതൂസിന്റെ ഇതായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഇതിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ സാറ് പറഞ്ഞു നമുക്ക് മെയിൽ ബാച്ചിലേക്കാണ് അഡ്മിഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മെയിൽ ബാച്ചിലേക്കാണ് ഞാൻ എടുക്കുന്നില്ല, കാരണം അപ്പൊ കുറെ ലെങ്തി ആയിപ്പോവും, വെക്കേഷൻ കഴിയും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു അത് കുഴപ്പമില്ല, ഇയാള് നോക്ക്. ഏത് സാറാന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. സാറ് പറഞ്ഞു അത് കുഴപ്പമില്ല, ഇയാള് നോക്ക്, ഉണ്ടെങ്കിൽ വിളിച്ചേരേന്ന് പറഞ്ഞു. ലാസ്റ്റ് ഇതിന്റെ ക്ലോസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ പറയുന്നത്, ഞാൻ ജോയിൻ ചെയ്യുന്നത്. അന്ന് മുതല് പിന്നെ എല്ലാ കാര്യങ്ങളും ദൈവം ഫാമിലിനെ ആയാലും എല്ലാം തക്ക സമയത്ത് ഒരുക്കിയാണ് എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നത്. അത് എന്റെ കയ്യിലൊന്നും ഇല്ല, എല്ലാം ഫുൾ ദൈവസിനും ബാക്കി ഫുള്ള് ഗോഡിനും, അത്രേ ഉള്ളൂ. എനിക്കൊന്നും പറയാനില്ല. എന്തിനാണ് അന്ന് നീതൂസിന്റെ ഈ മെസ്സേജുകൾ എന്റെ ഫോണിൽ വന്നേന്ന് ഒന്നും എനിക്കറിയില്ല. പക്ഷെ അതെല്ലാം ഒരു നിമിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് പക്ഷെ നീതൂസിന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ കുറെ സമയത്ത് നമ്മൾ ഇങ്ങനെ തള്ളി വിട്ടോണ്ടിരുന്നു. ലാസ്റ്റ് ദൈവത്തിന്റെ സമയമായപ്പോ ദൈവം എന്നെ ചൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. അതെ അല്ലെ, എവറിത്തിങ് വിൽ ഹാപ്പൻ ഓൺ ടൈം അല്ലെ, എല്ലാത്തിനും ഒരു കറക്റ്റ് ടൈം ഉണ്ട്. ആ ടൈമിൽ അത് സംഭവിച്ചിരിക്കും അല്ലെ. ഒരുപാട് സന്തോഷം പ്രവീണ, ഒത്തിരി സന്തോഷം. ഗോഡ് ബ്ലെസ് യു. റീഡിങ് ലിസണിങ് എനിക്ക് ഒത്തിരി ടഫായിരുന്നു. ഞാൻ എന്നും മാഡംസിനോട് പറയായിരുന്നു എനിക്കത് പേടിയാണ്, ഞാൻ എഴുതണോ എപ്പോഴും ചോദിക്കുമായിരുന്നു. അപ്പൊ അവര് പറയും ഇയാള് ഒന്നും കൂടെ ഒന്ന് ഇരുന്ന് പഠിച്ചാൽ ഒന്നും കൂടെ ഒന്ന് ട്രെയിൻ ചെയ്താൽ മതി, അപ്പൊ ഇയാൾക്ക് സ്ട്രാറ്റജീസ് എല്ലാം മനസ്സിലായിട്ടുണ്ട്, കിട്ടും. പക്ഷെ ഒന്നും കൂടെ ഒരു ചെറിയ എഫേർട്ടും കൂടെ ഇടുക, ഒന്ന് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഇരുന്ന് ഒന്നുകൂടെ റീഡിങ് ലിസണിങ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ലാസ്റ്റ് 10 days ഞാൻ ലീവ് എടുത്തിട്ടാണ് ഇരുന്നത്. പക്ഷെ അത് എഫക്റ്റീവ് ആയി. അതുപോലെ സ്പീക്കിംഗ് ക്ലബിൽ ജോയിൻ ചെയ്യുന്ന ഈ 10 daysനാണ്. അത്രയും ടൈം എനിക്ക് ആ ടൈമിൽ കയറാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ ഒത്തിരി എഫക്റ്റീവ് ആയിരുന്നു. ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു അല്ലെ. ഒരുപാട് സന്തോഷം പ്രവീണ. We will move on with Marin Sibi Joseph. Yeah, good evening. Yes, Marin. ഇതിന്റെ തേർഡ് അറ്റംപ്റ്റ് ആണ്. Third attempt ആണ്. കഴിഞ്ഞ് ഒത്തിരി ഡൗൺ ആയിരിക്കുന്ന ഒരു സമയത്താണ് എന്റെ ഒരു ഫ്രണ്ട് പറയുന്നത്, നിനക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിനക്ക് ഏറ്റവും ഉറപ്പുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത്രയ്ക്കും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മാമാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരുപോലെ തന്നെ എഫോർട്ട് ഇട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത്. പഠിക്കാൻ എനിക്ക് ഉറപ്പെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി ചേർന്ന ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ഉറപ്പായിട്ട് കിട്ടുമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ ചേർന്ന് കുറച്ച് സമയത്ത് എനിക്ക് ടൈഫോയിഡ് ആയിപ്പോയി ഫസ്റ്റ് വീക്കിൽ. അങ്ങനെ എനിക്ക് പിന്നെ സാറിനോട് കണ്ട് പിന്നെ നെക്സ്റ്റ് മന്തിൽ പിന്നെ ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്തു. മാം ഫസ്റ്റ് ഡേ പറഞ്ഞത് ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഇൻവേഴ്സ് മീറ്റിംഗ് നമുക്ക് കാണണം, ഫുൾ ബി വേണം. ദൈവത്തിന് അനുഗ്രഹത്താൽ എനിക്ക് സ്പീക്കിങ്ങിന് 400 ബാക്കിയെല്ലാം ബി ഉണ്ട്. കറക്റ്റ് അല്ലേ പറഞ്ഞത്? അതുപോലെ സ്പീക്കിങ്ങിന് 400, ബാക്കി 3 മൊഡ്യൂളിനും ബി. യെസ്, സത്യം വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. കാരണം ദൈവത്തിന്റെ ഒരു കൃപയും നിങ്ങളുടെ ഒരു അനുഗ്രഹം. ടീച്ചേഴ്സ് ആണെങ്കിൽ എത്ര ഡൗട്ട് ചോദിച്ചാലും ഞാൻ ചോദിക്കുന്ന പൊട്ടത്ത് കളിക്കും, എന്നാലും ആണെങ്കിൽ അവർ എനിക്കതിന് ആൻസർ അവർ തരുമായിരുന്നു. എന്തോരം ചോദിച്ചാലും. എന്താണ് മാം ഒരു ഏഞ്ചിലാണ് മാം. കാരണം ഒത്തിരി സങ്കടത്തോടെയാണ് ഞാൻ ആ ക്ലാസ് 3ാമതായി പോയിട്ട് ജോയിൻ ചെയ്തത്. അതിന്റെ ഇടയ്ക്ക് എനിക്ക് സൗദിയിൽ വന്നു, ഞാൻ DH ഒക്കെ ചെയ്തു. എന്നാലും ഞാനത് ക്യാൻസൽ ചെയ്തു. പിന്നെ എങ്ങനെയെങ്കിലും പോയിട്ട് പാസ് ആവണം എന്നതിന്റെ ഒത്തിരി വലിയൊരു ആഗ്രഹമായിരുന്നു മാം. ആ ദൈവത്തിന്റെ കറക്റ്റ് സമയത്ത് മാമിന്റെ അടുത്ത് വരാനും നല്ല റെയിൻഡ് ആയിട്ട്, അതുപോലെ തന്നെ സണിക്കാറിന്റെ മാമിന്റെ ഒക്കെ മോട്ടിവേഷൻ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല മാം. ഒരിക്കലും എന്റെ ഫാമിലി ഒരിക്കലും മറക്കില്ല മാം. ഒരു വലിയൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഫാമിലിയാണ് മാം. വളരെ നന്ദിയുണ്ട്. എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല മാം. ഒത്തിരി പറയണമെന്നുണ്ട് ടൈമിൽ. പിന്നെ ഒരു സ്പെഷ്യൽ എന്റെ ബർത്ത്ഡേ എന്നാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. അതാണ് ഒരുപാട് നന്ദിയുണ്ട് മാം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അതുപോലെ സന്തോഷവും. ഒരുപാട് സന്തോഷം മെറിന്റെ ആ ഒരു അല്ലെ ഉള്ളിലൊരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാം ഇവിടെ ഇരുന്ന് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് അല്ലെ. യെസ്, എല്ലാ മൊഡ്യൂൾസിനും ബി ആണ്, പ്ലസ് 400 ആണ് സ്പീക്കിങ്ങിന്. ഒത്തിരി സന്തോഷം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. യെസ്, വി വിൽ മൂവ് ഓൺ വിത്ത് അലീന മാത്യു. യെസ് അലീന. എന്താ പറയണ്ടെന്ന് അറിയില്ല മാം. ഒത്തിരി ഹാപ്പിയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഒരുപാട് ഹാപ്പിയാണ്. മാം പറഞ്ഞതുപോലെ തന്നെ എല്ലാം വരാനുള്ള ഒരു ടൈമിൽ വരും എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഞാൻ 2022
ഇന്റർവ്യൂവില് നീതൂസിൽ ജോയിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഡിലേ ആയതുകൊണ്ട് എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഓർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ പഠിക്കണം എന്ന് വീണ്ടും തോന്നിയ ഒരു ടൈമില് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്ത് പോകുന്ന ടൈമില് മാമിന്റെ ഒരു മോട്ടിവേഷൻ വീഡിയോ, അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ കിട്ടിയതാണ്. ഒരുപാട് സന്തോഷമുണ്ട് മാം. റിസൾട്ട് വിളിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് ഹാപ്പി ആയി മാം. ഒരുപാട് സന്തോഷം. സോ ഒരു 2 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഇതിനെപ്പറ്റി റീതിങ്ക് ചെയ്ത് നീതൂസിൽ തന്നെ ജോയിൻ ചെയ്തു അല്ലെ? യെസ് മാം. ഞാൻ വേറെ എവിടെയും ജോയിൻ ചെയ്തില്ല. നീതൂസിൽ കിട്ടാത്തതിന്റെ ആ ഒരു വിഷമത്തിൽ ഞാൻ പോയി ജോലിക്ക് കയറുകയാണ് ചെയ്തത് ആക്ച്വലി. ഓക്കെ, അപ്പൊ നീതൂസിൽ എത്തണം എന്നത് ഒരു ഡെസ്റ്റിനി ആയിരുന്നു. ഇന്ന് വിന്നേഴ്സ് മീറ്റിൽ വരണം എന്നതും ഒരു ഡെസ്റ്റിനി ആയിരുന്നു അല്ലെ? അപ്പൊ അത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് അലീന. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. താങ്ക് യു സോ മച്ച്. യെസ് എലിസബത്ത് പറഞ്ഞേ. ഞാൻ ഒരു ഫ്രഷറാണ്. ഞാൻ ഫ്രഷറാണ്. യെസ്, അടുത്ത ഫ്രഷർ. ഓക്കെ, പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നുള്ളൊരു ഇതായിരുന്നു എന്റെ മനസ്സിൽ ഫുള്ള് ഇറങ്ങുമ്പോ തന്നെ. എന്റെ എക്സാം ടൈമിൽ എന്റെ ഒരു മാം ഇതുപോലെ നീതൂസിനെ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ അതിലേക്ക് ഒന്ന് ചേഞ്ച് ആയാലോ എന്ന് ചുമ്മാ ചിന്തിച്ചതാണ്. പിന്നെ അതിൽ ഒന്നും ചിന്തിക്കാതെ കേറി കഴിഞ്ഞപ്പോ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആണ്. നീതൂസിലാണ് ജോയിൻ ചെയ്തത്, എങ്ങനെയും കിട്ടും എന്നൊരു കോൺഫിഡൻസ് എനിക്ക് എന്തോ ഉണ്ടായി. അങ്ങനെ പിന്നെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി കുറച്ച് ബെറ്റർ ആണ്. വേറെ ഒരു ഓപ്ഷൻ ചിന്തിച്ചിട്ടില്ല. എല്ലാം അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സോ അവരോടൊക്കെ എനിക്ക് നല്ലൊരു റിസൾട്ട് പറയാൻ സാധിച്ചതിൽ ഞാൻ ഒത്തിരി അധികം ഹാപ്പിയാണ് മാം. സോ എനിവേ എനിക്കിപ്പം നല്ല സാറ്റിസ്ഫൈഡ് ആണ്. മീൻസ് നീതൂസിന്റെ ആ ഒരു ടീമിന്റെ എഫേർട്ടാണ് എന്നെ ഇത്രത്തോളം എത്തിച്ചത്. അത് എനിക്ക് എവിടെയും പറയാൻ പറ്റും. കാരണം എനിക്ക് ആ ഒരു ക്ലാസ് ടൈം കഴിഞ്ഞത് കൊണ്ട് അത്രയും ഞാൻ സീരിയസ് അല്ലായിരുന്നു. OET ഇത്രത്തോളം വിഷമകരമാവോ, കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്തവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല അത് വെച്ച്. പക്ഷെ ഇങ്ങനൊരു ടീമിന്റെ ഒരു എഫേർട്ട് ഭയങ്കരമായിരുന്നു മാം. എല്ലാ മാഡംസും ആദ്യം മുതൽ അവസാനം വരെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ മാഡംസും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച് മാം. വേറെ ഒരു ഫ്രഷർ ആണ് അല്ലെ? എന്തോരം ഫ്രഷേഴ്സ് ആണ് അല്ലെ? ഒത്തിരി സന്തോഷം. ഒത്തിരി നല്ലൊരു സ്കോറുമായിട്ട് പഠിച്ചിറങ്ങിയ ഉടനെ സ്റ്റുഡൻസ് ഇറങ്ങുവാണ് അവരുടെ ഒരു ഡ്രീം അല്ലെ, കയ്യെത്തിപ്പിടിക്കാൻ അതിനൊരു ഭാഗമാവാൻ നീതൂസിന് കഴിഞ്ഞു എന്നത് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരുപാട് സന്തോഷം. യെസ്, അലീന ജോൺസൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഞാനിത് സെക്കൻഡ് ടൈമാ. പക്ഷേ ഞാൻ ഓഫ്ലൈനിൽ ആദ്യം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചു മാം. ആ സമയത്ത് എനിക്ക് അവരൊന്നും പറഞ്ഞു തരുന്നില്ല. നമ്മളിങ്ങനെ ചുമ്മാ അവര് കുറച്ച് ബുക്കിനകത്ത് എന്തൊക്കെയോ എഴുതുന്നു, കുറച്ച് ടൈം അവരിടുന്നു, നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു. പക്ഷെ എങ്ങനെ ചെയ്യണ്ടേ, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇതിന് ഇങ്ങനെ ചെയ്താൽ ഒക്കും, ഒന്നും അവര് പറയുന്നില്ല. എന്നിട്ട് ലാസ്റ്റില് ഓഫ്ലൈനിൽ ഇത് ചെയ്യാത്തത് എങ്ങനെയാ ഓൺലൈനിൽ നിന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരെ ആയിരുന്നു. എന്നിട്ട് ലാസ്റ്റിൽ എന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, കാരോളിനും ഡോണയും, ഇവിടെ പഠിച്ചു തന്നെയാണ്. അവരെന്നോട് പറഞ്ഞിട്ട് നീ ഒന്ന് നോക്ക, പറ്റും, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോഴേ എനിക്ക് ഓഫ്ലൈനിൽ 3 മാസം ഞാൻ പഠിച്ചിട്ടും ഓൺലൈൻ അത് കഴിഞ്ഞ് മാം ഞാൻ എന്നാ കേറാമെന്ന് തന്നെ വിചാരിച്ചു. ഞാൻ കേറി കഴിഞ്ഞ ലെറ്റേഴ്സ് ഒക്കെ ഒരു ദിവസം നമ്മൾ 2 എണ്ണം വെച്ച് എഴുതണമല്ലോ. അങ്ങനെ എഴുതുമ്പോഴെല്ലാം ഉണ്ടല്ലോ, ആദ്യം ഒരു മടിയായിരുന്നേ, എങ്ങനെ എഴുതുന്നത്. പിന്നെ 3-4 ദിവസം കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, എഴുതണം, എങ്ങനെയാലും അടുത്ത ലെറ്റർ എഴുതണം. അങ്ങനെ എഴുതി ഞാൻ ഫസ്റ്റ് അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ലെറ്റർ എഴുതാനേ ഇഷ്ടമല്ല. പിന്നെ എനിക്ക് ഇഷ്ടമായി മാമിന്റെ ഒരു ക്ലാസ്. പിന്നെ എന്നെ എപ്പോഴും പിടിക്കുമായിരുന്നു. എന്റെ ഇത് നൈന മാം ആയിരുന്നു. ഞാനിപ്പോ ഇങ്ങനെ ഉഴപ്പിയൊക്കെ എഴുതുമ്പോ മാം എന്നെ എപ്പോഴും പിടിക്കും. ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ പിടിക്കും. അത് കഴിഞ്ഞ് ഞാൻ നല്ലപോലെ എഴുതി. ഞാൻ എക്സാമിന് പോകുന്ന ടൈമിലും ഉണ്ടല്ലോ മാം, എന്നെ പൂച്ച കടിച്ചു. അത് കഴിഞ്ഞ് എന്റെ കാല് ഉളുക്കി മാം. തലേദിവസം തന്നെ പൂച്ചയും കടിച്ചു, കാല് ഉളുക്കി. അത് കഴിഞ്ഞ് ചിക്കൻ പോക്സ്. അത് കഴിഞ്ഞ് മാം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് സ്പീക്കിങ്ങിന് കിട്ടിയില്ല മാം. അപ്പൊ ഞാൻ ഓർത്ത് എന്താ ചെയ്യണ്ടേന്ന് ഇങ്ങനെ ഓർത്തിരുന്നപ്പോ എനിക്ക് നയന മാമോ അശ്വതി മാം മെസ്സേജ് ഇട്ടു, ഒന്ന് ജസ്റ്റ് റീവാലുവേഷൻ കൊടുക്കുക, നീ നന്നായിട്ട് പറയുന്നതല്ലേ, ഒന്ന് കൊടുത്തു നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ റീവാലുവേഷൻ കൊടുത്താണ് മാം. ഒരുപാട് നന്ദിയുണ്ട് നീതൂസ് മാമിന്റെ സ്റ്റിങ്ങിന്റെയും സ്പീക്കിന്റെയും ലാസ്റ്റ്. പിന്നെ എക്സാമിന്റെ തലേദിവസം ഒരു മോട്ടിവേഷൻ ഒക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല മാം, സൂപ്പർ ആണത്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് സ്കോർ മേടിച്ചല്ലേ? റീവാലുവേഷനിൽ എന്തായാലും എന്താ പറഞ്ഞത്, എപ്പോഴും നമ്മൾ ക്രൈറ്റീരിയ അനുസരിച്ചാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ റീവാലുവേഷനിൽ മേടിക്കും അല്ലെ? അതിലൊരു ഡൗട്ടും ഇല്ല, നമുക്ക് കിട്ടിയിരിക്കും, അതിൽ ഡൗട്ടില്ല അല്ലെ? അതെ, അപ്പൊ ഒത്തിരി സന്തോഷം. അപ്പം ഇത്ര അധികം അല്ലെ, ഇത്ര അടിപൊളി സ്കോറുകളുമായിട്ട്. അടിപൊളി സ്കോർ എന്ന് പറഞ്ഞാൽ പോരാ, എന്തോരം സ്റ്റുഡൻസിനാണ് 3 മൊഡ്യൂൾ, ഫുൾ മൊഡ്യൂൾ അല്ലെ, ഒരു മൊഡ്യൂളുണ്ടെങ്കിൽ 400. ഈ ഒരു കാറ്റഗറി ഇല്ലാത്ത ആരുമില്ല ഈ ഒരു അല്ലെ, ഈ ബഞ്ച് ഓഫ് സ്റ്റുഡൻസിൽ. ഒരുപാട് സന്തോഷമാണ്. നിങ്ങളിപ്പോ പറഞ്ഞില്ലേ നാളെ ടീച്ചേഴ്സ് ഡേ ആണ് അല്ലെ?
യെസ്, ഒരു ടീച്ചേഴ്സ് ഡേയിൽ ഒരു ടീച്ചർ എന്ന എനിക്ക് ഇതിനേക്കാളും വലിയൊരു ഗിഫ്റ്റ് എൻ്റെ ലൈഫിൽ കിട്ടാനുണ്ടോ? കിട്ടാനില്ല. ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ആണ് അല്ലെ എൻ്റെ സ്റ്റുഡൻസ് ഇൻ റിട്ടേൺ എനിക്ക് തന്നേക്കണേ. ഒരുപാട് ഞാൻ ഹാപ്പിയാണ്, എനിക്കതിലൊന്നും പറയാനില്ല. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരുമിച്ച് നിന്ന് ഇതൊരു ടീം വർക്കാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ഓരോ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാണ്. നീതൂസ് എന്ന് പറയുന്ന വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഇതൊരു ടീം വർക്കാണ്. ഇവിടെ എല്ലാവരും ഓരോരുത്തരോടും ചേർന്ന് നിന്നാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര അധികം ഒരു സൂപ്പർ റിസൾട്ട് എന്ന് പറയാൻ പാകത്തിനുള്ള റിസൾട്ടുമായിട്ട് നമ്മൾ വീണ്ടും ഒരു എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റ് ഇന്ന് അറേഞ്ച് ചെയ്ത് ഒരുപാട് സന്തോഷം. ഈ ഓരോ മാസവും റിസൾട്ട് വരുമ്പോൾ കിട്ടുന്ന 2 വിന്നേഴ്സ് മീറ്റ് ആണ് ഈ ഒരു ജേർണീനെ വീണ്ടും വീണ്ടും മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ബ്ലെസ്ഡ് ആണ്. അത് വെറുതെ പറയുമല്ല, ഐ ആം ഇമ്മൻസ്ലി ബ്ലെസ്ഡ് എന്നുള്ളത് എനിക്ക് ഒന്നും കൂടെ മനസ്സിലാക്കി തന്ന ഒരു വിന്നേഴ്സ് മീറ്റാണ് ഇന്നത്തെ വിന്നേഴ്സ് മീറ്റ് അല്ലെ. ഒരുപാട് സന്തോഷം. നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. ആ ഒരു വൈബ് ഇപ്പൊ എല്ലാവരുടെയും മൈൻഡിലോട്ട് ആ ഒരു പോസിറ്റീവ് വൈബ് നിറഞ്ഞേക്കും അല്ലെ. ഒത്തിരി സന്തോഷം. അപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യുവാണ്. ഒരുപാട് ആളുകൾ മടിച്ചു നിപ്പുണ്ട്. ഫ്രഷേഴ്സ് അയ്യോ വേണോ വേണ്ടയോ, വേറെ പല കോഴ്സുകൾക്ക് പോയാലോ, വേറെ എങ്ങോട്ടെങ്കിലും നോക്കിയാലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകൾ വെളിയിലുണ്ട് അല്ലെ. 5 വട്ടം എഴുതി 4 വട്ടം എഴുതി നിർത്തിയിരിക്കുന്ന ആളുകളുണ്ട്. ഇവർക്ക് എല്ലാവർക്കുമുള്ള വലിയ ഒരു ഇൻസ്പിറേഷൻ ആണ് ഇന്നത്തെ വിന്നേഴ്സ് മീറ്റ്. നമ്മുടെ ലൈഫിലെ എവിടെയും ഏത് സമയത്തും ഇറ്റ് ഈസ് പോസിബിൾ അല്ലെ. എല്ലാ കാര്യങ്ങളും ഓൺ ടൈം, ഇറ്റ് വിൽ ഹാപ്പൻ ഓൺ ടൈം, അതിലൊരു ഡൗട്ടും ഇല്ല. സോ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ബ്ലെസ്സിങ്സ് ഈ ഫാമിലിയിലോട്ട് വന്ന് നിറയുവാണ്. ഇനിയും അല്ലെ നമ്മുടെ ഓഫ്ലൈൻ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓൺലൈൻ സ്റ്റുഡൻസിനെ പോലെ തന്നെ ഓഫ്ലൈൻ സ്റ്റുഡൻസും വിന്നേഴ്സ് മീറ്റിൽ വന്ന് നിറയും, തീർച്ചയായിട്ടും നിറയും, അതിലെനിക്ക് ഡൗട്ടില്ല. അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക, ഇനി ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. നമുക്ക് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് അല്ലെ. അതെ, അപ്പൊ ഈ ഒരു ജേർണിയിൽ എല്ലാവരും ഒപ്പം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും പറഞ്ഞു നിർത്തുന്ന പോലെ തന്നെ പറഞ്ഞു നിർത്തുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഡ്രീം കൺട്രിയിൽ എത്തി നിങ്ങളുടെ പാർട്ട്നേഴ്സും നിങ്ങളുടെ ഫാമിലിയും ജോയിൻ ചെയ്യുന്ന റീലിന്റെ ലിങ്ക് എൻ്റെ വാട്സപ്പിൽ വരുന്നത് വരെ വി ആർ വെയിറ്റിംഗ്. Okay, God bless you all. Thank you so much.